ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കാണ് സെൽഫ് എനർജി. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ആലോചിക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സപ്പോസ് എൻ്റെ ഒരു ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. എനിക്കറിയേണ്ടത് ഈ ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷനെ ഈ പർട്ടിക്കുലർ കോൺഫിഗറേഷനിൽ ഞാൻ കോൺഫിഗർ ചെയ്യാൻ ഞാൻ ചെയ്യേണ്ട എമൗണ്ട് ഓഫ് വർക്ക് അല്ലെങ്കിൽ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ഓഫ് എനർജി നമ്മൾ ഓൾറെഡി മുമ്പത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഹാഫ് സിഗ്മ ക്യു ഐ വി ഐ ആണ്. ഈ വി ഐ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? സപ്പോസ് ഞാൻ ഇവിടെ ഒരു ക്യു ഐ ചാർജ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഈ ക്യു ഐയുടെ പുറത്ത് കൊടുക്കുന്ന പൊട്ടൻഷ്യലാണ് വി ഐ എങ്കിൽ ആ വി ഐ ടൈംസ് ക്യു ഐ ഞാൻ ഈ കോമ്പിനേഷൻ ഇതിനകത്തുള്ള എല്ലാ ചാർജസിന്റെ കേസിൽ ഞാൻ ആഡ് ചെയ്യുക, ഞാനൊരു ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ബേസിക്കലി ഈ ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഞാൻ ചെയ്യേണ്ട എമൗണ്ട് ഓഫ് വർക്ക് അല്ലെങ്കിൽ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ഓഫ് എനർജി. ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ഓഫ് വർക്ക് ആർക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ഞാൻ ആ എനർജി വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം. ഞാൻ ഈ ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് ഇന്റേണലി ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിന് എഗനിസ്റ്റ് ആയിട്ടാണ് ഞാൻ ആ വർക്ക് ചെയ്യുന്നത്. റൈറ്റ്. എങ്കിൽ നമുക്കറിയേണ്ടത് സപ്പോസ് ഞാൻ ഈ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ഒരു ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അല്ല, അതിന് പകരം ഇതുപോലെ ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. റൈറ്റ്. സോ ദാറ്റ് ഈ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ടേം ഡിഫൈൻ ചെയ്യാം, ചാർജ് പെർ യൂണിറ്റ് വോളിയം അതിന്റെ സർഫസിൽ. ബിക്കോസ് ഞാൻ എല്ലാ സ്ഥലത്തും ഞാൻ ഒരുപോലെ ആയിരിക്കണമെന്നില്ല ചാർജ് ഇടുന്നത്. ചില സ്ഥലത്ത് ഞാൻ കുറച്ച് കൂടുതൽ ഇടാം, ചില സ്ഥലത്ത് കുറച്ച് കുറവിടാം. സോ എനിക്ക് പറയാം, ഓക്കെ, ഇതൊരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് എനിക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ആൻഡ് അതിന്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ഇൻ ജനറൽ അതിന്റെ പുറത്തുള്ള ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ചാർജ് പെർ യൂണിറ്റ് വോളിയം ആണ് റോ. ഓക്കെ, റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു ഇൻഫിനിറ്റസിമൽ വോളിയം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ വോളിയത്തിന്റെ പുറത്തുള്ള ചാർജ് ഡിവൈഡഡ് ബൈ ആ വോളിയം. ഓക്കെ, അതായത് ചാർജ് പെർ യൂണിറ്റ് വോളിയം അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ്. അതാണ് ബേസിക്കലി റോ. ഓക്കെ, അപ്പൊ എനിക്ക് റോ ചാർജ് പെർ യൂണിറ്റ് വോളിയം ഉള്ള, അതായത് ചാർജ് ഡെൻസിറ്റി ഉള്ള ഒരു പർട്ടിക്കുലർ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ക്രിയേറ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ, ഞാൻ എത്ര എമൗണ്ട് ഓഫ് എനർജി സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എത്ര വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് അഗൈൻസ്റ്റ് ആയിട്ട് ഞാൻ ടോട്ടൽ എത്ര വർക്ക് ചെയ്യണം. ഓക്കെ, നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഈ റിസൾട്ട് ആക്ച്വലി, അതായത് ഇതിന്റെ കേസിലുള്ള റിസൾട്ട് ആക്ച്വലി നമുക്ക് നമ്മുടെ ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷനകത്തുള്ള റിസൾട്ടിനകത്തും നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ആലോചിച്ച് നോക്കാം. സപ്പോസ് ഇതൊരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. റൈറ്റ്. ഓക്കെ, എനിക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ ക്രിയേറ്റ് ചെയ്യണം. ജസ്റ്റ് നമ്മൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷനെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ചെയ്യേണ്ട എമൗണ്ട് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഞാൻ പുറത്തുനിന്നൊരു ക്യു ഐ ചാർജിനെ കൊണ്ടുവരണം. ഓക്കെ, എന്റെ ഈ കിടക്കുന്ന ടേം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഞാനൊരു ക്യു ഐ ചാർജ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും കൂടെ ചേർന്ന ക്യൂയുടെ പുറത്ത് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ വി ഐ, ഞാൻ ആ വി ഐനെ കൊണ്ട് ക്യു ഐനെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ഞാൻ ഈ കോമ്പിനേഷൻ ത്രൂ ഔട്ട് എല്ലായിടത്തും ഞാൻ ആഡ് ചെയ്യണം. അതാണ് ബേസിക്കലി ഞാൻ ചെയ്യേണ്ടത്. സെയിം പ്രൊസീജിയർ തന്നെ ആയിരിക്കും ഇവിടെ. ഓക്കെ, ബിക്കോസ് എന്താ ഡിഫറൻസ്? ബിക്കോസ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ തന്നെ, പക്ഷേ ഓരോ ഇൻഡിവിജ്വൽ ചാർജസിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ടെൻസ് ടു 0 ആണെന്നേ ഉള്ളൂ. സോ സെയിം ഫിലോസഫി തന്നെ ആയിരിക്കും ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. റൈറ്റ്. സോ അപ്പൊ എനിക്ക് ഈ കേസിൽ എനിക്ക് പറയാം, സപ്പോസ് ഞാൻ എന്ത് ചെയ്യുക, ഞാൻ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ചാർജ് കൊണ്ടുവരിക. പക്ഷേ ഇത് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് എനിക്ക് ഞാൻ കൊണ്ടുവരുന്ന എമൗണ്ട് ഓഫ് ചാർജിന് എനിക്ക് എങ്ങനെ വിളിക്കാം? അവിടുത്തെ ചാർജ് പെർ യൂണിറ്റ് വോളിയം, അതായത് റോ ടൈംസ് ഡി വി. റോ ഡി വി. ഈ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ അല്ല. ഓക്കെ, ഞാൻ ഇങ്ങനെ എഴുതുന്ന വി എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി പൊട്ടൻഷ്യൽ അല്ല. അതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സ്മോൾ വോളിയം എലമെന്റ് ആണ്. ഓക്കെ, റൈറ്റ്. സോ ഇതാണ് ഞാൻ കൊണ്ടുവരുന്ന എമൗണ്ട് ഓഫ് ചാർജ്. എനിക്ക് ജസ്റ്റ് ഇവിടുത്തെ ഇക്വേഷൻ നോക്കുക. ഞാൻ കൊണ്ടുവരുന്ന എമൗണ്ട് ഓഫ് ചാർജ് എനിക്കറിയാം, ആൻഡ് ബാക്കിയുള്ള എല്ലാവരും കൂടെ ചേർന്ന പർട്ടിക്കുലർ പോയിന്റ് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എനിക്കറിയാം, അതാണ് വി ഐ. ഈ കേസിൽ നമ്മൾ ജസ്റ്റ് തിങ്ക് ചെയ്യുക, സപ്പോസ് ഇതാണ് ഞാൻ കൊണ്ടുവന്ന എമൗണ്ട് ഓഫ് ചാർജ് എങ്കിൽ ബാക്കിയുള്ള എല്ലാവരും കൂടെ ചേർന്ന് അവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ അതിന് എനിക്ക് ഇൻ ജനറൽ വി എന്ന് എഴുതാം. റൈറ്റ്. സോ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു വി. ഓക്കെ, അപ്പൊ ഈ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും ആ പർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്. ഇനി നമ്മുടെ ഈ ഇക്വേഷൻ നോക്കുക. ഞാൻ എല്ലാം കൂടെ ആഡ് ചെയ്യുക, അതായത് ഓരോ ഇൻഡിവിജ്വൽ ചാർജസിന്റെ കേസിലും ഞാൻ എന്ത് ചെയ്യുക, ഈ കിട്ടുന്ന കോമ്പിനേഷൻ ഞാൻ ആഡ് ചെയ്യുക. അത് ഇവിടെയാണെങ്കിലോ ഞാൻ ഇവിടെയുള്ള ഓരോ ഇൻഫിനിറ്റസിമൽ ചാർജസിന്റെ കേസിൽ ഞാൻ ആഡ് ചെയ്യണം. നമുക്കറിയാം ഇത് കണ്ടിന്യൂസ് കേസ് ആണ്. സോ കണ്ടിന്യൂസ് കേസിലാണെങ്കിൽ നമ്മുടെ സമ്മേഷന്റെ കണ്ടിന്യൂസ് വേർഷൻ യൂസ് ചെയ്യണം. അതാണ് ബേസിക്കലി ഇന്റഗ്രേഷൻ. സോ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യണം. എവിടെ തൊട്ട് ഇതുവരെ? ഇവിടെ നമ്മൾ എൻറ്റയർ ബോഡിയുടെ പുറത്തുള്ള ഓരോ ഇൻഡിവിജ്വൽ ചാർജസിലും നമ്മൾ ആഡ് ചെയ്തത്. ഇവിടെയാണെങ്കിൽ ബോഡി മുഴുവൻ ചാർജസ് ആണ്. സോ ഞാൻ ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ത്രൂ ഔട്ട് ദി ബോഡി, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ എൻറ്റയർ വോളിയം ഓഫ് ദ ബോഡി. റൈറ്റ്. സോ എനിക്ക് പറയാം ഈ കേസിൽ ഇന്റഗ്രൽ ഓവർ ദ ബോഡി. ആൻഡ് നമുക്ക് ഓൾറെഡി അറിയാം ഇവിടെ ഒരു ഹാഫ് ഉണ്ട്. സോ ഇവിടെയും ഹാഫ് വരും. ആ ഹാഫിന്റെ ഒറിജിൻ എന്തോ വരുന്നു നമ്മൾ ഓൾറെഡി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് റിപ്പീറ്റഡ് പേയേഴ്സ് വരും. ആ പേയേഴ്സ് ഒഴിവാക്കാനാണ് ഞാൻ അവിടെ ഹാഫ് കൊടുക്കുന്നത്, അതായത് ആ ഒരു കോമ്പൻസേഷന് വേണ്ടി. സോ എക്സാക്ട്ലി അതേ സംഭവം തന്നെ ഇവിടെ. സോ ഹാഫ്. ഓക്കെ, സോ നമ്മളിപ്പോൾ കൃത്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. റൈറ്റ്. അതായത് ഒരു ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ഓഫ് എനർജിക്കകത്തുനിന്ന് എങ്ങനെയാണ് ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ഓഫ് എനർജി
ഞാൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടെന്ന്. സോ ഞാൻ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തു. ഓക്കെ, ഇത് ഓക്കെ ആക്ച്വലി ഇതൊരു ഡെറിവേഷൻ അല്ല, നമ്മൾ ആക്ച്വലി കൃത്യമായിട്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക ചെയ്തത്. നമ്മൾ ഓൾറെഡി അറിയാവുന്ന റിസൾട്ടിനകത്തും നമ്മൾ ഈ റിസൾട്ട് മനസ്സിലാക്കുകയാണ് ചെയ്തത്. ഞാൻ എന്തുകൊണ്ടാണ് ഈ മോട്ടിവേറ്റ് ചെയ്താണ് ഞാൻ ഡിറൈവ് ചെയ്തതല്ല എന്ന് പറയുന്നതിന് ഒരു റീസൺ ഉണ്ട്. ആ റീസൺ നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ റൈറ്റ്, പക്ഷേ ഈ റിസൾട്ട് ട്രൂ ആണ്, ഇത് കറക്റ്റ് ആണ്. റൈറ്റ്, സോ അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ ഈ റിസൾട്ടാണ് ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ഓഫ് എനർജി. ഓക്കെ, എങ്കിൽ ഞാൻ ഇനി ഒരു നെയിം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആ നെയിം ആണ് ബേസിക്കലി സെൽഫ് എനർജി ഓഫ് ദ ബോഡി. സെൽഫ് എനർജി ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു എൻ്റെ ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഈ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനെ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ഓഫ് എനർജി, അല്ലെങ്കിൽ അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യേണ്ട എമൗണ്ട് ഓഫ് വർക്ക് ഡൺ. ആ വർക്ക് ഡൺ ആണ് ബേസിക്കലി ഹാഫ് ഇന്റഗ്രൽ ഓവർ ദ ബോഡി റോ വി. റൈറ്റ്, ഓക്കെ, നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ്, മറ്റൊരു പേരാണ് സെൽഫ് എനർജി. ഓക്കെ, നെയിം ചെയ്യുന്ന തന്നെ നമുക്ക് മനസ്സിലാവും. ബിക്കോസ് നമുക്കറിയാം ഈ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനെ ക്രിയേറ്റ് ചെയ്യാൻ ഞാനൊരു വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ഏതൊരു തരത്തിൽ ആ ബോഡിയുടെ പുറത്ത് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി അതിനെ സെൽഫ് എനർജി എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്കിപ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നമ്മളിപ്പോൾ സെൽഫ് എനർജി എന്ന് വിളിച്ച ഈ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഓക്കെ ഇതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് ഓൾറെഡി അറിയാം, ഒരു ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ആ സിസ്റ്റത്തെ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടി വന്ന എമൗണ്ട് ഓഫ് എനർജിനെ നമ്മൾ ഇന്ററാക്ഷൻ എനർജി എന്നാണ് വിളിച്ചത്. റൈറ്റ്, ഓക്കെ, ആ ഇന്ററാക്ഷൻ എനർജി തന്നെയാണ് ബേസിക്കലി ഇത്. എങ്കിൽ നമ്മൾ എന്തിനാ ഒരു സെപ്പറേറ്റ് ഒരു നെയിം കൊടുക്കുന്നത്? എന്തിനാ ഇതിനെ സെൽഫ് എനർജി എന്ന് വിളിക്കുന്നത്? അതിന് പകരം നമുക്ക് ഇതിനെ ഇങ്ങനെ വിളിച്ചാൽ പോരെ, ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിലുള്ള ഇന്ററാക്ഷൻ എനർജി, റൈറ്റ് എന്ന് വിളിച്ചാൽ പോരെ. ഓക്കെ, ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡീപ്പാണ്. നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. റൈറ്റ്, ആക്ച്വലി നമുക്ക് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു ഫാക്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു പ്യുവർലി ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ അവിടുത്തെ ഇന്ററാക്ഷൻ എനർജി തന്നെയാണ് സെൽഫ് എനർജി. ആക്ച്വലി നമ്മൾ ഇവിടെ കണ്ടു, ബിക്കോസ് ഇന്ററാക്ഷൻ എനർജിയാണ് നമ്മൾ സെൽഫ് എനർജി എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ സംസാരിക്കുന്നത് ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷനെ പറ്റിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ സപ്പോസ് എൻ്റെ രണ്ട് ചാർജ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്, പക്ഷെ അവർ രണ്ടും സെപ്പറേറ്റ് ആണ്. എന്ന് വെച്ചാൽ മൊത്തത്തിൽ കണ്ടിന്യൂസ് അല്ല, സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ്ലി ഇതൊരു ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓരോ ഇൻഡിവിജ്വൽ ചാർജ് ഡിസ്ട്രിബ്യൂഷനും കണ്ടിന്യൂസ് ആണെന്നേ ഉള്ളൂ. റൈറ്റ്, ഇതുപോലത്തെ സിനാരിയോസ് വരുമ്പോൾ, അല്ലെങ്കിൽ സപ്പോസ് ഞാനൊരു 3 പോയിന്റ് ചാർജ് എടുത്ത് വെക്കുന്നു, ഇതൊരു ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഈ കേസിൽ നമുക്ക് ആക്ച്വലി കാണാൻ പറ്റും സിസ്റ്റത്തിന്റെ സെൽഫ് എനർജി. ഓക്കെ, സെൽഫ് എനർജി, അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ സെൽഫ് എനർജി, അതല്ല ഇന്ററാക്ഷൻ എനർജി. അവിടെ ഒരു സിഗ്നിഫിക്കന്റ് ആയ ഒരു വ്യത്യാസം വരും. ഓക്കെ, എനിവേ നമ്മളിപ്പോൾ ഈ പറയുന്ന കാര്യം നമ്മൾ ഇനി അങ്ങോട്ടുള്ള ഡിസ്കഷനിൽ കാര്യമായിട്ട് ഒരിടത്തും അഫക്ട് ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ റൈറ്റ്, ഇത് വളരെ ഓബ്വിയസ് ആയിട്ടുള്ളൊരു സംഭവം, ഇതിനകത്തൊരു അത്ര പറയാൻ മാത്രം പ്രത്യേകിച്ചൊന്നുമില്ല. റൈറ്റ്, ഓക്കെ, ആക്ച്വലി ഇതെല്ലാം ഇങ്ങനെ വരാൻ കാരണം നമ്മൾ ആക്ച്വലി ഈ റിസൾട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ഡിറൈവ് ചെയ്യുകയല്ല ചെയ്തത്, നമ്മൾ ഈ റിസൾട്ടിനകത്ത് മോട്ടിവേറ്റ് ചെയ്യുക ചെയ്തത്. റൈറ്റ്, അതുകൊണ്ടാണ് ആക്ച്വലി നമുക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നത്. എന്തായാലും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വളരെ ക്ലീൻ ആയിട്ട് നമുക്ക് എന്താ ഈ വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. തൽക്കാലത്തേക്ക് ജസ്റ്റ് ഇതൊരു നെയിം ആണ് സെൽഫ് എനർജി. സെൽഫ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനെ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി, അതായത് ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിലുള്ള ടോട്ടൽ ഇന്ററാക്ഷൻ എനർജി. റൈറ്റ്, കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ആലോചിക്കുക, ഞാൻ കൺസിഡർ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി കണ്ടിന്യൂസ് ആണ്, അല്ലാതെ രണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷനെ ഒരു സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത് അതിനെ ഞാൻ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ബിക്കോസ് അതിനെ ഞാൻ ഡിസ്ക്രീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് ഇത് കണ്ടിന്യൂസ് ആണ്, ഇത് കണ്ടിന്യൂസ് ആണ്, ഇവർക്കിടയ്ക്ക് ഗ്യാപ്പ് ഉണ്ട്. സോ ടോട്ടലി ഇത് ഡിസ്ക്രീറ്റ് ആണ്. ഓക്കെ, അപ്പോ കംപ്ലീറ്റ്ലി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ സെൽഫ് എനർജി എന്ന് പറയുന്നത് ബേസിക്കലി ഇന്ററാക്ഷൻ എനർജി തന്നെയാണ്. ഇത് കറക്റ്റ് ആണ്. എങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്നത് മറ്റൊരു ഫാക്ട് ആണ്. ആക്ച്വലി നമുക്ക് പ്രൂവ് ചെയ്യാം നമ്മൾ ഇപ്പൊ പറഞ്ഞ ഇന്ററാക്ഷൻ എനർജി, അതായത് ഹാഫ് ഇന്റഗ്രൽ ഓവർ ദ ബോഡി റോ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർ പോയിന്റിലെ പൊട്ടൻഷ്യൽ, ഈ കോമ്പിനേഷൻ ആക്ച്വലി ഈക്വൽ ടു ദിസ് ആണെന്ന് നമുക്ക് ആക്ച്വലി പ്രൂവ് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം ഇത് ആക്ച്വലി എന്താ മീൻ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ആ ഈക്വേഷൻ ജസ്റ്റ് വായിച്ചു നോക്കാം. ഫസ്റ്റ് നമ്മൾ കാണുന്ന ഇന്റഗ്രൽ ഓവർ ഓൾ സ്പേസ്, അതായത് നമ്മൾ എൻറ്റയർ സ്പേസിൽ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഹാഫ് എപ്സിലോൺ 0 ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, അതിന്റെ സ്ക്വയർ. അതിനെ നമ്മൾ എൻറ്റയർ സ്പേസിൽ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റി എന്തിന് ഈക്വൽ ആണ്? നമ്മളിപ്പോൾ പറഞ്ഞ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിലുള്ള ഇന്ററാക്ഷൻ എനർജിക്ക് ഈക്വൽ ആണ്. ഓക്കെ, നമുക്ക് ഈ റിസൾട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി നമ്മൾ പ്രൂവ് ചെയ്യുന്നില്ല, ബിക്കോസ് ഇത് പ്രൂവ് ചെയ്യാൻ ആക്ച്വലി അത്യാവശ്യം ഒരു നല്ലൊരു എമൗണ്ട് ഓഫ് മാത്തമാറ്റിക്സ് വേണം. ഈ ലെവലിൽ നമുക്ക് അത്തരം മാത്തമാറ്റിക്സ് നമുക്ക് ഫെമിലിയർ അല്ല. സോ ഇതൊരു ഫാക്ട് ആണ്, നമുക്കത് ആക്ച്വലി പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇനി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ റിസൾട്ട് ആക്ച്വലി എന്താ പറയുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഓക്കെ, സപ്പോസ് എനിക്ക് ഒരു സോളിഡ് സ്ഫിയർ, അതായത് ഒരു പർട്ടിക്കുലർ R റേഡിയസ് ഉള്ള ഓക്കെ ഒരു പർട്ടിക്കുലർ ചാർജ് ഡെൻസിറ്റി ഉള്ള ഒരു സോളിഡ് സ്ഫിയർ എനിക്ക് കൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, സോ ഒരു കണ്ടിന്യൂസ് സോളിഡ് സ്ഫിയർ.
അതായത് ആർ റേഡിയസ് ഉള്ള ഒരു സോളിഡ് സ്ഫിയർ. ഓക്കെ, ഇതിന്റെ ചാർജ് ഡെൻസിറ്റിയാണ് റോ. എനിക്കിത് കൺസ്ട്രക്ട് ചെയ്യണം. നമുക്ക് എന്തായാലും അറിയാം ഇതൊരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം? എനർജി സ്പെൻഡ് ചെയ്യണം, ഞാൻ വർക്ക് ചെയ്യണം. ബിക്കോസ് ഞാൻ ഓരോ ചാർജസിനെയും കൊണ്ടുവരുന്നതിനനുസരിച്ച് അവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ചാർജസ് അതിനെ എഗനിസ്റ്റ് ആയിട്ട് ഫോഴ്സ് കൊടുക്കും. സോ ഞാൻ എഗനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. സോ ഞാനൊരു ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി സ്പെൻഡ് ചെയ്യണം. ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ഓഫ് എനർജിയാണ് എനിക്ക് ഓൾറെഡി അറിയാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഇന്റഗ്രൽ ഓവർ ദ ബോഡി റോ വി. നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, ആക്ച്വലി ഈ റിസൾട്ട് മീൻ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഇതിന് ഈക്വൽ ആണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ? നമുക്ക് ഓൾറെഡി അറിയാം ഞാൻ ഈ ചാർജ് കോൺഫിഗറേഷൻ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. റൈറ്റ്, അകത്തും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, പുറത്തും ഉണ്ടാവും. ബിക്കോസ് ഞാനത് കണ്ടക്ടർ ആണെന്ന് പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇൻ ജനറൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവാം. സോ അകത്തും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ഈ സിസ്റ്റത്തിന് പുറത്തും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. റൈറ്റ്, ഈ റിസൾട്ട് പറയുന്നത് എന്തുവാണ്? നിങ്ങൾക്ക് ഈ ടോട്ടൽ എമൗണ്ട് ഓഫ് വർക്ക് കണ്ടുപിടിക്കാൻ വേറൊരു സ്ട്രാറ്റജിയും യൂസ് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഈ സിസ്റ്റത്തിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് ഇൻ ജനറൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, റൈറ്റ്. സോ എനിക്ക് സിസ്റ്റത്തിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് അറിയാമെന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുക, അതിനെ സ്ക്വയർ ചെയ്യുക, എന്നിട്ട് ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എപ്സിലോൺ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ കോമ്പിനേഷനെ എൻറ്റയർ സ്പേസിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. അതായത് ഇലക്ട്രിക് ഫീൽഡ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലായിടത്തും. റൈറ്റ്, ഇവിടെ എവിടെയൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് നമുക്കറിയാം. ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് ആൻഡ് ഇതിന് പുറത്തും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. സോ എൻറ്റയർ സ്പേസ് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഈ കിട്ടുന്ന ക്വാണ്ടിറ്റി എക്സാക്ട്ലി നമ്മുടെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ഇന്ററാക്ഷൻ എനർജിക്ക് ഈക്വൽ ആയിരിക്കും. ഈ കേസിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, മനസ്സിലാക്കുക. ബിക്കോസ് ഇതിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഫംഗ്ഷണൽ ഫോം അല്ല ഇതിന് പുറത്ത്. ഓക്കെ, ബിക്കോസ് ഇത് സോളിഡ് സ്ഫിയർ ആണ്. സപ്പോസ് ഇതിന്റെ ചാർജ് ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിലും നമുക്കറിയാം ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് പ്രപ്പോർഷണൽ ടു ആർ ആണ്. ആൻഡ് ഇതിന് പുറത്താണെങ്കിലോ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ആർ സ്ക്വയർ ആണ്. സോ ഇതിനകത്തും ഫംഗ്ഷണൽ ഫോം ഡിഫറന്റ് ആണ്. സോ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വൺ ഷോട്ടിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് പറയേണ്ടി വരും 0 to capital R. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഫോം ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഞാൻ അതിനെ വേണം ഈ പരിപാടി ചെയ്യേണ്ടത്. പ്ലസ് ക്യാപിറ്റൽ ആർ ടു ഇൻഫിനിറ്റി, ബിക്കോസ് ഇൻഫിനിറ്റി വരെ ഇലക്ട്രിക് ഫീൽഡ് എക്സ്റ്റൻഡ് ആണ്. സോ ക്യാപിറ്റൽ ആർ ടു ഇൻഫിനിറ്റി നമ്മുടെ ഇൻവേഴ്സ് സ്ക്വയർ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ അതിനെ വേണം ആ എൻറ്റയർ വോളിയത്തിൽ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. റൈറ്റ്, അപ്പോൾ ഇതാണ് ബേസിക്കലി റിസൾട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ റിസൾട്ട് എന്താണെന്ന് മനസ്സിലായി. ഇനി ആക്ച്വലി ഒന്ന് ആലോചിച്ച് നോക്കേ, ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ്. ഈ റിസൾട്ട് ബേസിക്കലി എന്തോ പറയുന്നത്? ഈ റിസൾട്ട് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് ഇനിഷ്യലി ഇവിടെ ഒരു ചാർജസും ഇല്ല, നിങ്ങളൊരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. നിങ്ങളൊരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ക്രിയേറ്റ് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ആവും. ബിക്കോസ് മുമ്പ് ഇവിടെ ചാർജ് ഇല്ലായിരുന്നു, ഇലക്ട്രിക് ഫീൽഡ് ഇല്ലായിരുന്നു. നിങ്ങളൊരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ക്രിയേറ്റ് ചെയ്തു. സോ അവിടെ ഒരു പർട്ടിക്കുലർ ഇലക്ട്രിക് ഫീൽഡ് കോൺഫിഗറേഷനും അതിനോടൊപ്പം തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഈ റിസൾട്ട് പറയുന്നത് എന്തുവാണ്? നിങ്ങൾ ആ ചാർജ് ഡിസ്ട്രിബ്യൂഷനെ ക്രിയേറ്റ് ചെയ്യാൻ മൊത്തത്തിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന എമൗണ്ട് ഓഫ് എനർജീനെ റൈറ്റ് നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്ത ഇലക്ട്രിക് ഫീൽഡിന്റെ ടേംസിൽ മാത്രം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റി. ഒരു ബ്യൂട്ടിഫുൾ റിസൾട്ടാണ്. റൈറ്റ്, അതായത് ഈ റിസൾട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ അവിടെ ചാർജ് ഡിസ്ട്രിബ്യൂഷനെ പറ്റിയല്ല നിങ്ങൾ സംസാരിക്കുന്നത്. നമ്മൾ ആക്ച്വലി സംസാരിക്കുന്നത് ആ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ അതിനോടൊപ്പം ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ഇലക്ട്രിക് ഫീൽഡ് കോൺഫിഗറേഷൻ, ആ ഇലക്ട്രിക് ഫീൽഡ് കോൺഫിഗറേഷനും അതിന് കാരണമായിട്ടുള്ള ആ ചാർജ് ഡിസ്ട്രിബ്യൂഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ബേസിക്കലി ഇത്. ഓക്കെ, അതായത് ആ ചാർജ് ഡിസ്ട്രിബ്യൂഷനെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജീനെ ആ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണം ഉണ്ടായ ഇലക്ട്രിക് ഫീൽഡിന്റെ ടേംസിൽ മാത്രം നമ്മൾ എക്സ്പ്രസ് ചെയ്തേക്കാണ്. സോ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ പ്രോബ്ലം ഞാൻ ആക്ച്വലി ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, വർക്ക് ഡൺ റിക്വയർഡ് ടു കൺസ്ട്രക്ട് എ യൂണിഫോംലി ചാർജ്ഡ് സ്ഫിയർ. അതായത് ഇവിടുത്തെ ചാർജ് പെർ യൂണിറ്റ് വോളിയം കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, യൂണിഫോംലി ചാർജ് സ്ഫിയർ ഓഫ് റേഡിയസ് ആർ ആൻഡ് ടോട്ടൽ ചാർജ് ക്യൂ. അതായത് എനിക്കൊരു യൂണിഫോംലി ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുള്ള ഒരു ആർ റേഡിയസ് ഉള്ള സ്ഫിയർ, റൈറ്റ്, ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതിനെ കൺസ്ട്രക്ട് ചെയ്യാൻ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ എത്രയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആക്ച്വലി ഞാൻ ഈ പ്രോബ്ലം 3 ഡിഫറെന്റ് വേസ് ചെയ്യാൻ പോവാണ്. റൈറ്റ്, ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സൈഡ് കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ഞാൻ ഈ പാർട്ട് യൂസ് ചെയ്ത് ഞാൻ ഇവാലുവേറ്റ് ചെയ്യും, എനിക്കൊരു ആൻസർ കിട്ടും. അതിനുശേഷം നമ്മൾ ആക്ച്വലി ഇത് ഈക്വൽ ടു ഇതൊന്നും നമ്മൾ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിനുശേഷം ഞാൻ ഈ പാർട്ട് മാത്രം യൂസ് ചെയ്ത് ഞാൻ കാൽക്കുലേഷൻ ചെയ്യും. എനിക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് എക്സാക്ട്ലി സെയിം ആയിരിക്കും.
അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ബ്രൂട്ട് ഫോഴ്സ് അനാലിസിസ്. അതായത് നമുക്കറിയാം ആക്ച്വലി ആ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ഓഫ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റിന്ന് ഞാൻ ഓരോ ചാർജസും കൊണ്ടുവരിക. സോ ഞാൻ ഓരോന്നിന് എഗനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഞാൻ ആ ഫിലോസഫി യൂസ് ചെയ്ത് തന്നെ സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് മനസ്സിലാവും ഈ 3 രീതി ചെയ്താലും, അതായത് ഞാൻ ഈ 3 ഡിഫറെന്റ് വേസ് തിങ്ക് ചെയ്താലും എനിക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. പക്ഷേ ഈ 3 വേസിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഞാൻ മുമ്പ് പറഞ്ഞ ഇക്വേഷന്റെ LHS അത് യൂസ് ചെയ്താൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കാം, അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയണം. ഓക്കെ, റൈറ്റ്. ഒന്ന്, ഞാൻ ചെയ്യേണ്ടത് ഇന്റഗ്രൽ ഓവർ ദ ബോഡി, അതായത് ഈ എൻറ്റയർ ബോഡി കൂടെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. റൈറ്റ്, സോ ഒരു വോളിയം ഇന്റഗ്രൽ ആണ്, ഞാനിത് ഇവാലുവേറ്റ് ചെയ്യണം. ഇനി എനിക്ക് അറിഞ്ഞിരിക്കേണ്ട എന്തൊക്കെയാണ്? എനിക്ക് എന്റെ ചാർജ് ഡെൻസിറ്റി അറിഞ്ഞിരിക്കണം. അത് നമുക്കറിയാം, അതൊരു കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് സൗകര്യമാണ്. ബിക്കോസ് ഇവിടുത്തെ ടോട്ടൽ ചാർജ് Q ആണെന്നുണ്ടെങ്കിൽ ചാർജ് ഡെൻസിറ്റി, അതായത് ഇവിടുത്തെ ടോട്ടൽ ചാർജ് Q ആണെന്നുണ്ടെങ്കിൽ എന്റെ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? Q ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം, ബിക്കോസ് ചാർജ് ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്. സോ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 4/3 പൈ ക്യാപിറ്റൽ R ക്യൂബ്. ഇതാണ് എന്റെ ചാർജ് ഡെൻസിറ്റി. ഈസി, റൈറ്റ്. ഇനി അടുത്തത് V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, അതായത് ഇതിനകത്തുള്ള ഇൻ ജനറൽ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. നമുക്കറിയാം ഇതൊരു സോളിഡ് സ്ഫിയർ ആണ്, യൂണിഫോംലി ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. നമ്മൾ ഓൾറെഡി മുമ്പത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഒക്കെ സെക്ഷനിൽ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു സോളിഡ് സ്ഫിയർ ഉണ്ടെങ്കിൽ ആ സോളിഡ് സ്ഫിയറിനകത്ത് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആണെങ്കിൽ അതിനകത്ത് ഞാൻ ഒരു പർട്ടിക്കുലർ പോയിന്റ് കൺസിഡർ ചെയ്താൽ ആ പർട്ടിക്കുലർ പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അതായത് നമ്മുടെ റേഡിയസ് ലെസ് ദാൻ R, അതായത് ഞാൻ ഇൻസൈഡ് ആണെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ Q/8πε0R 3 - R². R² എന്ന് പറഞ്ഞാൽ സെന്ററിൽ നിന്ന് ഞാൻ എടുക്കുന്ന പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R², അതായത് എന്റെ റേഡിയസിന്റെ സ്ക്വയർ. ഓക്കെ, അതേസമയം ഞാൻ പുറത്താണ് നിൽക്കുന്നെങ്കിലോ ഒബ്വിയസ്, ബിക്കോസ് ഈ മുഴുവൻ ചാർജസ് സെന്ററിൽ ഇരിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ KQ ഡിവൈഡഡ് ബൈ R. Q എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ്. ഓക്കെ, റൈറ്റ്. ഇവിടെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ത്രൂ ഔട്ട് ദ ബോഡിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഈ പാർട്ട് നമുക്ക് ഇറലവന്റ് ആണ്, നമുക്ക് അതിന്റെ ആവശ്യമില്ല. ബിക്കോസ് ഈ പാർട്ട് നമുക്ക് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടി വരുന്നത്? ഞാൻ ഇതിന് പുറത്ത് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ മാത്രമാണ് എനിക്ക് ആക്ച്വലി ഈ പാർട്ട് വേണ്ടത്. ബിക്കോസ് പുറത്തുള്ള പൊട്ടൻഷ്യൽ വേണ്ടത്, ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന അകത്ത് മാത്രമാണ്. സോ എനിക്ക് അകത്തുള്ള പൊട്ടൻഷ്യൽ മാത്രം മതി, അതായത് ഈ പാർട്ട് മാത്രമേ നമുക്ക് ഇവിടെ യൂസ്ഫുൾ ആയിട്ടുള്ളൂ. റൈറ്റ്, അപ്പൊ എനിക്ക് എന്തായാലും ചെയ്യാം. ഞാൻ ഈ ഇക്വേഷൻ ബ്ലൈൻഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പോവാണ്. എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ്, റൈറ്റ്, ഇന്റഗ്രൽ. ആ dv നമുക്ക് പിന്നീട് എഴുതാം. ആദ്യം റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, അതെന്ന് പറഞ്ഞാൽ Q ഡിവൈഡഡ് ബൈ 4/3 പൈ R². V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ജനറൽ ഫോം, അതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതാണ്. സോ V അപ്പൊ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? Q ഡിവൈഡഡ് ബൈ 8πε0R 3 - R² ഡിവൈഡഡ് ബൈ R². ഓക്കെ, റൈറ്റ്. അടുത്തത് dV, അതായത് ഈ കിടക്കുന്ന dV. ഓക്കെ, ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ത്രൂ ഔട്ട് ദിസ് വോളിയം ആണ്. ഓക്കെ, നമുക്ക് ആക്ച്വലി വോളിയം ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് അറിയത്തില്ല, പക്ഷെ നമുക്കത് ചെയ്യാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാലോചിച്ച് നോക്കാം. ഈ dV എന്ന് പറഞ്ഞാൽ എന്തുവാണ്? dV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ഇവിടെ ഒരു ഷെല്ല് കൺസിഡർ ചെയ്താൽ, ഒരു ഇൻഫിനിറ്റസ്മൽ തിക്നെസ് ഉള്ള, അതായത് ഒരു dr തിക്നെസ് ഉള്ള ഒരു ഷെല്ല് കൺസിഡർ ചെയ്താൽ നമുക്കറിയാം ആ ഷെല്ലിന്റെ വോളിയം എന്ന് പറയുന്നത്, അതായത് ഞാനൊരു dr തിക്നെസ് ഉള്ള ഒരു ഷെൽ, ഓക്കെ, ഒരു dr തിക്നെസ് ഉള്ള ഒരു ഷെല്ല് ഞാൻ കൺസിഡർ ചെയ്താൽ, ഓക്കെ, അതിന്റെ തിക്നെസ് dr ആണെങ്കിൽ, ഓക്കെ, ആ ഷെല്ലിന്റെ വോളിയം എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം 4πr², അതായത് നമ്മുടെ ഈ ഷെല്ലിന്റെ സർഫസ് ഏരിയ ഇൻറ്റു ആ ഇൻഫിനിറ്റസ്മൽ തിക്നെസ്, അതായത് നമ്മുടെ ആ ഷെല്ലിന്റെ തിക്നെസ്, അതായത് ഇൻറ്റു dr. റൈറ്റ്, ഓക്കെ. ഇതെങ്ങനെ കിട്ടുകയെന്ന് അറിയാത്തവർ ജസ്റ്റ് വെറുതെ തിങ്ക് ചെയ്ത് നോക്കുക. അതായത് ഞാൻ ഈ ഷെല്ലിനെ എടുക്കുക, എന്നിട്ട് ഞാൻ ഷെല്ലിനെ പീസ് ആയിട്ട് മുറിച്ചിട്ട് ഞാൻ ഒരു ഫ്ലാറ്റ് സർഫസ് ആയിട്ട് ഞാൻ അതിനെ അറേഞ്ച് ചെയ്ത് എനിക്ക് കാണാൻ പറ്റും അതിന്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി 4πr². ബിക്കോസ് നമ്മുടെ ഷെല്ലിന്റെ സർഫസ് ഏരിയ ആയിരിക്കും ആ സാധനത്തിന്റെ സർഫസ് ഏരിയ, ആൻഡ് അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി dr ആയിരിക്കും. ഓക്കെ, റൈറ്റ്. സോ എനിക്ക് കിട്ടിയ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്. റൈറ്റ്, എങ്കിൽ ആ സിലിണ്ടറിക്കൽ ഷേപ്പിന്റെ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ 4πr² ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ dr. ഓക്കെ, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എക്സാക്ട്ലി ഈ സാധനം കിട്ടും. റൈറ്റ്, എങ്ങനെ എനിക്ക് എഴുതാൻ dv എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, എക്സാക്ട്ലി ഈ സാധനം. സോ ഞാൻ dvക്ക് പകരം സാധനം കൊടുക്കുമ്പോൾ എനിക്ക് എഴുതാം 4πr² dr.
ഇപ്പൊ കാര്യങ്ങൾ എളുപ്പമായി. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇതിനകത്തുള്ള വേരിയബിൾ ആറാണ്, റൈറ്റ്? എനിക്ക് എൻറ്റയർ ബോഡി കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. എനിക്ക് എൻറ്റയർ ബോഡിനെ എനിക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. എപ്പോ? എന്റെ റേഡിയസ്, അതായത് നമ്മുടെ R0 ടു ക്യാപിറ്റൽ R വരെ റൺ ചെയ്യുമ്പോൾ. സോ ഞാൻ എൻറ്റയർ വോളിയത്തിൽ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ എസെൻഷ്യലി ഞാൻ 0 ടു ക്യാപിറ്റൽ R വരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഈക്വലന്റാ. സോ എനിക്ക് എഴുതാം 0 ടു ക്യാപിറ്റൽ R. ഇനി ആക്ച്വലി ഇന്റഗ്രൽ ഇത്ര നീളത്തിൽ കിടക്കുന്നുണ്ട്. ഇത് വളരെ സിമ്പിൾ ഇന്റഗ്രലാണ്, നോക്കിയാൽ തന്നെ മനസ്സിലാവും. നോക്കി, ഇവിടെ ക്യൂവും ക്യൂ ഒക്കെ കോൺസ്റ്റന്റ് ആണ്, പൈ ക്യാപിറ്റൽ R ഈ ടേംസ് ഒക്കെ കോൺസ്റ്റന്റ് ആണ്. സോ ഇതെല്ലാം പുറത്തു വരും. ഓക്കെ, ആൻഡ് നമ്മളിതാ ഈ 4π നമുക്ക് അങ്ങനെ, ഓക്കെ, ഓൾറെഡി 4π എന്തായാലും കോൺസ്റ്റന്റ് ആണ്, അതെന്തായാലും മൊത്തത്തിൽ പുറത്തോട്ട് വരും. ആൻഡ് നമ്മുടെ ഈ R² ടേം പോകുമ്പോൾ ഇവിടെ R² ടേം വരും. ആക്ച്വലി ഇവിടെ R² ടേം ഇവിടെ R⁴ ടേം ആവും. എന്ന് വെച്ചാൽ ബേസിക്കലി ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ x⁻n, ഓക്കെ, അത് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഈക്വലന്റ് x⁻n+1/n+1. ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുക ആൻഡ് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി, ഓക്കെ, ഞാൻ ആ കാൽക്കുലേഷൻ ചെയ്യുന്നില്ല, എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു 3k ടൈംസ് q² ഡിവൈഡഡ് ബൈ 5r. ഓക്കെ, k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ 1/4πε0 ആണ്. സോ നമ്മൾ റിയലൈസ് ചെയ്തു എൻ്റെ ഒരു സോളിഡ് സ്ഫിയർ ഉണ്ട്, അതിന്റെ ചാർജ് ഡെൻസിറ്റി റോ ആണ്, കോൺസ്റ്റന്റ് ആണ്. ആൻഡ് അതിനെ കൺസ്ട്രക്ട് ചെയ്യാൻ ഞാൻ ചെയ്യേണ്ട ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി, അല്ലെങ്കിൽ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ഓഫ് എനർജി നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷന്റെ LHS മാത്രം യൂസ് ചെയ്ത് ഞാൻ ഇവാലുവേറ്റ് ചെയ്തു. എനിക്ക് കിട്ടി അത് എക്സാക്ട്ലി എന്തിന് ഈക്വൽ ആണ്? 3/5 kq²/r ഈക്വലന്റ് ആണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എക്സാക്ട്ലി ഈ പ്രോബ്ലത്തിനെ നമ്മൾ മുമ്പ് പറഞ്ഞ ഇക്വേഷന്റെ RHS യൂസ് ചെയ്ത് ചെയ്യാൻ പോവുക. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എനിക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ട ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജീനെ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന, ഓക്കെ, അതായത് അവിടെ ഉണ്ടായി വരുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ടേംസിൽ മാത്രം നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ആ ഇക്വേഷൻ ആക്ച്വലി ഇന്റഗ്രൽ ഓവർ ഓൾ സ്പേസ് ½ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ക്വയർ dV. ഓക്കെ, നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഫസ്റ്റ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയണം നമുക്ക് നോക്കാം. ഒന്ന്, ½ നമുക്കറിയാം. ആൻഡ് ഈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ത്രൂ ഔട്ട് ഓൾ സ്പേസ് ആണ്. അതായത് നമ്മുടെ ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണം നമ്മുടെ എൻറ്റയർ സ്പേസിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, എങ്കിലേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, റൈറ്റ്? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണം ഇവിടെ എൻറ്റയർ സ്പേസിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എവിടെയൊക്കെയാണ്? ഒന്ന് ഇതിന്റെ അകത്തും ഉണ്ടാകുന്നുണ്ട്, പുറത്തും ഉണ്ടാകുന്നുണ്ട്. ഞാൻ അകത്തും പുറത്തും സെപ്പറേറ്റ് പറയാൻ കാരണം അകത്തുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഫംഗ്ഷണൽ ഫോം അല്ല പുറത്ത്, നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ആക്ച്വലി നമ്മളിത് ഡിറൈവ് ചെയ്തിട്ടുണ്ട് മുമ്പ്. ഓക്കെ, നമുക്കറിയാം ഇതിനകത്തുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇതാണ് kq ഡിവൈഡഡ് ബൈ r³ ടൈംസ് r. ഓക്കെ, അതായത് സെൻറ്ററിൽ നിന്ന് ഞാൻ പോകുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് പ്രപ്പോർഷണൽ ടു r ഇൻക്രീസ് ചെയ്ത് വരും. ഇതാണ് റിസൾട്ട്. ആൻഡ് ഇതിന്റെ പുറത്താണെങ്കിലോ ഒബ്വിയസ്, ബിക്കോസ് മുഴുവൻ ചാർജും സെൻറ്ററിൽ ഇരിക്കുന്നതിന് തുല്യോ, അങ്ങനെയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ 1/4πε0 q ഡിവൈഡഡ് ബൈ r². അതാണ് ബേസിക്കലി റിസൾട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇവിടെ നമുക്കറിയാം ഇതിനകത്തും പുറത്തും ഇലക്ട്രിക് ഫീൽഡിന്റെ ഫംഗ്ഷണൽ ഫോം ഡിഫറന്റ് ആണ്. സോ ഞാൻ ഇന്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. ഓക്കെ, അതായത് ഇന്റഗ്രൽ ഓവർ ദിസ് എൻറ്റയർ സ്പേസ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ ദിസ് ബോഡി, അതായത് അതിന്റെ ഇൻസൈഡ്, പ്ലസ് ഇന്റഗ്രൽ ഓവർ ഔട്ട്സൈഡ് ദി ബോഡി. ഓക്കെ, സോ അപ്പൊ എനിക്ക് എന്തായാലും എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ്, ഓക്കെ, ഇന്റഗ്രൽ ഓവർ ഇൻസൈഡ് half ε0 E inside dV plus integral over outside half ε0 E outside dV. ഓക്കെ, ഞാൻ ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ എഴുതേണ്ടത്. അപ്പൊ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇന്റഗ്രൽ, റൈറ്റ്, ε0 ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു kq ഡിവൈഡഡ് ബൈ r³ ടൈംസ് r, അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതെന്താവും? k² q² r⁻⁶ r², റൈറ്റ്, ടൈംസ് dv നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഞാൻ ഇതിന്റെ ഒരു ഷെല്ലായിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ആ ഇൻഫിനിറ്റസിമൽ വോളിയം എന്ന് പറഞ്ഞൊരു ഷെല്ലാണ്, ആ ഷെല്ലിന്റെ വോളിയമാണ്. ഷെല്ലിന്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4πr² dr. ഓക്കെ, റൈറ്റ്, ശരി. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടേം എഴുതി പ്ലസ് ഹാഫ് ഇന്റഗ്രൽ ε0
ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ്, ബിക്കോസ് ഞാൻ ഔട്ട്സൈഡ് വേൾഡിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. പുറത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ കെ ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. പക്ഷെ അതിന്റെ സ്ക്വയർ ആണ് വേണ്ടത്. സോ കെ സ്ക്വയർ ക്യൂ സ്ക്വയർ ആർ റൈസ് ടു 4, ഓക്കെ, ടൈംസ് ഡി വി. ഡി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? 4 പൈ ആർ സ്ക്വയർ ഡി ആർ. ഓ, നമ്മൾ ഇന്റഗ്രേഷൻ ലിമിറ്റ് ഇടാൻ മറന്നുപോയി. നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഇൻസൈഡിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. എന്റെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ആർ ആണ്. സോ ആർ എവിടെ തൊട്ട് വരെ റൺ ചെയ്യുന്നത്? 0 to capital R വരെ. സോ 0 to capital R. ഇനി ഔട്ട്സൈഡ് വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഫിയറിന് പുറത്തുള്ള എൻറ്റയർ വേൾഡ് ആണ്. സ്ഫിയറിന് പുറത്തുള്ള എൻറ്റയർ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർ ടു ഇൻഫിനിറ്റി, റൈറ്റ്? അതായത് ഞാൻ ക്യാപിറ്റൽ ആർ തൊട്ട് ഇൻഫിനിറ്റി വരെ എടുത്തു കഴിഞ്ഞാൽ ആ സ്പേസ് ആണ് നമ്മുടെ സ്ഫിയറിന്റെ ഔട്ട്സൈഡ് വേൾഡ്. സോ ഞാൻ രണ്ടാമത്തെ ഇന്റഗ്രൽ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ആർ ടു ഇൻഫിനിറ്റി. ഓക്കെ, റൈറ്റ്. ഇനി നോക്കേ, ഈ ഇന്റഗ്രലും വളരെ സിമ്പിൾ ഇന്റഗ്രൽ ആണ്. ബിക്കോസ് എപ്സിലോൺ 0 കെ സ്ക്വയർ ക്യൂ സ്ക്വയർ ക്യാപിറ്റൽ ആർ റൈസ് ടു 6 അതെല്ലാം കോൺസ്റ്റന്റ് ആണ്. എനിക്ക് അതെല്ലാം പുറത്തെടുക്കാം. ബാക്കി ഇവിടെ വരാൻ പോകുന്ന ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട് ആൻഡ് ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട്. മൊത്തം ആർ റൈസ് ടു 4 ആവും. സോ ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ആർ റൈസ് ടു n+1 by n+1. ഓക്കെ, സോ അതാണ് ആക്ച്വലി ഇവിടെ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ എപ്സിലോൺ 0 പുറത്ത് വരും ആൻഡ് ഓക്കെ, ഇവിടെ ഒരു ആർ സ്ക്വയറിന്റെ ഫാക്ടർ ഉണ്ട്, ആർ റൈസ് ടു 4ന്റെ ഫാക്ടർ ഉണ്ട്. രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. സോ ഡിനോമിനേറ്ററിൽ ആർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാവും. ബാക്കി എല്ലാം കോൺസ്റ്റൻസ് ആണ്, അതെല്ലാം പുറത്തു പോകും. എഗെയിൻ അവിടെ പിന്നെയും എക്സ് റൈസ് ടു എന്നിന്റെ ഫോം ആണ്, എക്സ് റൈസ് ടു n+1 by n+1. ഇന്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാക്ട്ലി എനിക്ക് മനസ്സിലാവും എനിക്ക് കിട്ടാൻ പോകുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3k ക്യൂ സ്ക്വയർ ബൈ 5 ആണ്. നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. സോ ഇപ്പൊ നമ്മളിപ്പോ ഏതാണ്ട് കൺവിൻസ്ഡ് ആയിട്ടുണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞ ഇക്വേഷന്റെ LHS-ഉം RHS-ഉം ആക്ച്വലി ഒന്ന് തന്നെയാണെന്ന്. ഇനി ഇതിനകത്ത് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കാം. അതായത് നമ്മളിപ്പോ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഒരു യൂണിഫോം ചാർജ് ഡെൻസിറ്റി ഉള്ള ടോട്ടൽ ചാർജ് ക്യൂ ആയിട്ടുള്ള ഒരു സ്ഫിയറിന്റെ സെൽഫ് എനർജിയാണ്, റൈറ്റ്? അതായത് ഇതിന്റെ ഒരു സ്ഫിയർ ഉണ്ട്. ആ സ്ഫിയറിൽ ചാർജ് യൂണിഫോം ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് ക്യൂ ആണ്, റൈറ്റ്? അതിന്റെ റേഡിയസ് ആർ ആണ്. ഇതിന്റെ സെൽഫ് എനർജി നമ്മൾ ഇവാലുവേറ്റ് ചെയ്തത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സപ്പോസ് ഇതിൽ ഒരു പോയിന്റ് ചാർജ് ഉണ്ട്, റൈറ്റ്? ആ പോയിന്റ് ചാർജിന്റെ സെൽഫ് എനർജി എത്രയാണ്? അപ്പൊ നമുക്ക് എന്താണ് പോയിന്റ് ചാർജ് എന്ന് ആലോചിക്കാം. പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതൊരു യൂണിഫോംലി ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുള്ള ഒരു സ്ഫിയർ തന്നെയാണ്. പക്ഷെ ആ സ്ഫിയറിന്റെ റേഡിയസ് 0 ആണെന്നേ ഉള്ളൂ, റൈറ്റ്? ബിക്കോസ് ഒരു പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പർട്ടിക്കുലർ എമൗണ്ട് ചാർജ് ഇത് ക്യാരി ചെയ്യുന്നുണ്ട്, റൈറ്റ്? അതായത് 2 കൂളംസ് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ചാർജ് ക്യാരി ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ റേഡിയസ് 0 ആണ്, റൈറ്റ്? ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് ചാർജിന്റെ കേസിലാണെങ്കിൽ എനിക്ക് പറയാം സെൽഫ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്യൂ ഫിക്സഡ് ആണ്, അതായത് ഈ ക്വാണ്ടിറ്റി ഫിക്സഡ് ആണ്. പക്ഷെ എന്റെ റേഡിയസ് ടെൻസ് ടു 0 ആണ്. എങ്കിൽ നമുക്ക് നോക്കാം ഈ എക്സ്പ്രഷൻ എന്താ പറയുന്നത്? ക്യൂ ഫിക്സഡ് ആണ്, ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഫിക്സഡ് ആണ് ആൻഡ് റേഡിയസ് ടെൻസ് ടു 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ടെൻസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് ചാർജിന്റെ സെൽഫ് എനർജി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇൻഫിനിറ്റി ആണ്, റൈറ്റ്? ഓക്കെ, അത് ഒരു കംപ്ലീറ്റ്ലി നമുക്ക് വേണമെങ്കിൽ പറയാം അത്ര നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് അല്ലാന്ന്. ഓക്കെ, പക്ഷെ അത് ട്രൂ ആണ്, റൈറ്റ്? ഇനി നമ്മൾ കോൺസെപ്ഷ്യലി തിങ്ക് ചെയ്താൽ നമുക്കത് മനസ്സിലാവും അത് എന്തുകൊണ്ടാണ്. ബിക്കോസ് പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റേഡിയസ് 0 ആണ്. സോ അത് എക്സ്ട്രീംലി സ്മോളർ ആണ് ആൻഡ് അതൊരു ഫൈനൈറ്റ് എമൗണ്ട് ചാർജ് അത് ക്യാരി ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഇറ്റ് സെൽഫ് അതിന്റെ ചാർജ് ഡെൻസിറ്റി ഇൻഫിനിറ്റി ആണ്. ചാർജ് ഡെൻസിറ്റി ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് റിസൾട്ട് അനുസരിച്ച് നമ്മുടെ ഈ ഫാക്ടർ ഇറ്റ് സെൽഫ് ഇൻഫിനിറ്റി ആണ്. സോ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്തായാലും ഇൻഫിനിറ്റി ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, റൈറ്റ്? അതൊന്ന്. ഇനി രണ്ടാമതൊന്നും ആലോചിച്ച് നോക്കി. സെൽഫ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻറ്റയർ സിസ്റ്റം കൺസ്ട്രക്ട് ചെയ്യാൻ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ഓഫ് എനർജിയാണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ. എങ്കിൽ ഒരു പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. എങ്കിൽ നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഡിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ച് എക്സ്ട്രീംലി വലുതായിക്കൊണ്ടിരിക്കും. ഓക്കെ, ബിക്കോസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ ആണ്. ഡിസ്റ്റൻസ് വളരെ വളരെ ചെറുതാവുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫോഴ്സ് വളരെ വളരെ വലുതാവും. സോ ഞാൻ വളരെ അടുത്തോട്ട് കൊണ്ടുവരും തോറും ഞാൻ ഒരുപാട് എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യേണ്ടി വരും ഈ പോയിന്റ് ചാർജിനെ കൺസ്ട്രക്ട് ചെയ്യാൻ. ബിക്കോസ് പോയിന്റ് ചാർജിന്റെ ഒരു ഫൈനൈറ്റ് എമൗണ്ട് ചാർജ് ഉണ്ടല്ലോ. സോ ആ ചാർജിനെ ഞാൻ ഇൻഫിനിറ്റിന്ന് കൊണ്ടുകൊണ്ടത് കൺസ്ട്രക്ട് ചെയ്യണ്ടേ. സോ ഫോഴ്സ് എക്സ്ട്രീം ആവും. സോ ഞാൻ ഓൾമോസ്റ്റ് ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് വർക്ക് ഞാൻ ചെയ്യേണ്ടി വരും ഒരു പോയിന്റ് ചാർജിനെ കൺസ്ട്രക്ട് ചെയ്യാൻ. സോ എനിക്ക് കംപ്ലീറ്റ്ലി ഞാൻ കൺവിൻസ്ഡ് ആണ് ഒരു പോയിന്റ് ചാർജിനെ കൺസ്ട്രക്ട് ചെയ്യാൻ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന എമൗണ്ട് ഓഫ് എനർജി ഇൻഫിനിറ്റി ആണ്. നമ്മളിപ്പോൾ ഓൾറെഡി കാണിച്ചു ഒരു പോയിന്റ് ചാർജിന്റെ സെൽഫ് എനർജി ഇൻഫിനിറ്റി ആണെന്ന്. ആക്ച്വലി നമ്മൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഒരു ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞു അവിടുത്തെ സെൽഫ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ററാക്ഷൻ എനർജി അല്ല എന്ന്. ഓക്കെ,
അതിന്റെ റീസൺ സം വാട്ട് റിലേറ്റഡ് ടു ഞാനിപ്പോൾ ഈ പറഞ്ഞ ഫാക്ട് ആണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാം കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട്. ഇനി നമ്മൾ ആക്ച്വലി ഇപ്പൊ ചെയ്ത പ്രോബ്ലത്തിനെ നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് വേ ചെയ്യുവാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി റൈറ്റ് ഇൻഫിനിറ്റിന്ന് ഓരോ ഇൻഡിവിജ്വൽ ചാർജസും കൊണ്ടുവന്ന് ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യണം, ഞാൻ ആ ഫിലോസഫി യൂസ് ചെയ്ത് തന്നെ ചെയ്യാൻ പോവാണ്, അല്ലാതെ എന്റെ റെഡിമെയ്ഡ് ഫോമിൽ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ റൈറ്റ്, നമുക്ക് ആലോചിച്ച് നോക്കാം. എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഒരു ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള റൈറ്റ് സ്ഫിയർ ആണ് ഞാൻ ബേസിക്കലി കൺസ്ട്രക്ട് ചെയ്യേണ്ടത് വിത്ത് യൂണിഫോം ചാർജ് ഡെൻസിറ്റി, അതായത് റോ. റൈറ്റ് ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് തിങ്ക് ചെയ്യുവാണ്. ഓക്കെ, സപ്പോസ് ഞാനൊരു സ്മോൾ ആർ റേഡിയസ് ഉള്ള ഒരു സ്മോൾ ആർ റേഡിയസ് ഉള്ള ഈ റോ ചാർജ് ഡെൻസിറ്റി ഉള്ള സ്ഫിയർ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു. റൈറ്റ് ഓക്കെ, ഇനി എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റിന്ന് അടുത്ത ഒരു ഡി ക്യൂ ചാർജ് ഞാൻ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് കൊണ്ടുവരണം. ആൻഡ് അത് ഇതിന്റെ പുറത്ത് എനിക്ക് ഇങ്ങനെ സ്ലൈറ്റ്ലി എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. റൈറ്റ്, ഞാൻ അതിന് എത്ര എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യണമെന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ഞാൻ ഓൾറെഡി ഞാനൊരു ചെറിയൊരു നമ്മുടെ ഗിവൻ ചാർജ് ഡെൻസിറ്റി ഉള്ള ഒരു സ്ഫിയർ ഞാൻ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്കറിയേണ്ട, എനിക്കൊരു സ്മോൾ എമൗണ്ട് ഓഫ് ചാർജ് കൊണ്ടുവരാൻ ഞാൻ എക്സ്ട്രാ എത്ര എമൗണ്ട് വർക്ക് ചെയ്യണമെന്ന് ഞാൻ കണ്ടുപിടിക്കണം. അപ്പൊ എനിക്ക് എന്ത് കിട്ടും, ഒരു ഡി ക്യൂ ചാർജിനെ റൈറ്റ് ഈ സിസ്റ്റത്തിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട എമൗണ്ട് ഓഫ് വർക്കിനെ കിട്ടും. അതിനെ ഞാൻ എന്ത് ചെയ്യുക, 0 to R വരെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുക. ബിക്കോസ് ഞാൻ ഈ ഒരു സ്മോൾ ഡി ക്യൂ ഈ ഒരു പർട്ടിക്കുലർ റേഡിയസിൽ എത്തിക്കാൻ ഞാൻ എത്ര എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യണമോ അതുപോലെ ഇവിടെയുള്ള ഓരോ സ്മോൾ റേഡിയസുകളിൽ എത്തിക്കാൻ ഞാൻ ചെയ്യേണ്ട എമൗണ്ട് ഓഫ് വർക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടോട്ടൽ സ്ഫിയർ കൺസ്ട്രക്ട് ചെയ്യാനുള്ള എമൗണ്ട് ഓഫ് വർക്കിനെ കിട്ടും. റൈറ്റ്, അപ്പൊ ഇതാണ് എന്റെ ഐഡിയ. സോ ഞാൻ തിങ്ക് ചെയ്യുവാണ്, ഞാൻ ആ സ്മോൾ ഡി ക്യൂ ചാർജിനെ ആർ റേഡിയസ് ഉള്ള റോ ഡെൻസിറ്റി ഉള്ള ആ സ്ഫെറിക്കൽ സർഫസിലോട്ട് എത്തിക്കാൻ ഞാൻ എത്ര എമൗണ്ട് വർക്ക് ചെയ്യണമെന്ന്. അത് സിമ്പിൾ ആണ്. എനിക്ക് എന്തായാലും അറിയാം ഞാൻ ചെയ്യേണ്ട എമൗണ്ട് ഓഫ് വർക്ക് ഡി ഡബ്ല്യു ഇസ് ഇക്വൽ ടു അതിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ വി ടൈംസ് ഡി ക്യൂ. റൈറ്റ്, ഞാൻ കൊണ്ടുവരുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് ചാർജ്. ക്ലിയർ? ഓക്കെ റൈറ്റ്, ഇനി നമുക്ക് എന്താണ് വി എന്നറിയണം, എന്താണ് ഡി ക്യൂ എന്നറിയണം. ഓക്കെ, വളരെ സിമ്പിൾ. വി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം. സപ്പോസ് ഇതിന്റെ പുറത്തുള്ള ചാർജ് ക്യൂ എന്ന് കൺസിഡർ ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ ഈ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്, കെ ക്യൂ ഡിവൈഡഡ് ബൈ അതിന്റെ റേഡിയസ്. എനിക്ക് എഴുതാം ഡി ഡബ്ല്യു ഈക്വൽ ടു കെ ക്യൂ ബൈ ആർ ഡി ക്യൂ. റൈറ്റ്, സോ ഓക്കെ, നമുക്ക് ചിലപ്പോൾ തോന്നി ഇപ്പൊ നമുക്ക് അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ, പക്ഷെ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേരിയബിൾ ആക്ച്വലി ക്യൂ ആണ്. റൈറ്റ്, ഈ ക്യൂ വേരി ചെയ്യുന്നതിനനുസരിച്ച് ആർ വേരി. കാരണം എന്തുകൊണ്ടാണ്, ബിക്കോസ് അത് ബിഗർ സ്ഫിയർ ആവുന്നതിനനുസരിച്ച് ആ സ്ഫിയർ ക്യാരി ചെയ്യുന്ന ചാർജ് ഡിഫറെന്റ് ആണ്. സോ ഞാൻ ഈ ആറിനെയൊക്കെ ക്യൂവിന്റെ ടേംസിലൊക്കെ എക്സ്പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ക്യൂവിന് ആറിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ മാത്രം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് ഇനി ക്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ, നമുക്ക് എന്തായാലും അറിയാം ഈ സ്ഫിയറിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് ആണ് ക്യാപിറ്റൽ ക്യൂ. ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 പൈ ക്യാപിറ്റൽ ആർ ക്യൂ. എങ്കിൽ ഇവിടെ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ, എനിക്ക് എഴുതാം ചാർജ് ഡെൻസിറ്റി റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ഡിവൈഡഡ് ബൈ 4/3 പൈ ആർ ക്യൂബ് ആണ്. അല്ലെങ്കിൽ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു 3 ക്യാപിറ്റൽ ക്യൂ ഡിവൈഡഡ് ബൈ 4 പൈ ആർ ക്യൂബ്. ഇതാണ് റോ. റൈറ്റ്, എങ്കിൽ എനിക്ക് നമ്മുടെ ഈ സ്ഫിയറിനകത്തുള്ള എമൗണ്ട് ഓഫ് ചാർജ് ഇസ് ഈക്വൽ ടു, അതായത് ക്യൂ ഇസ് ഈക്വൽ ടു ചാർജ് പെർ യൂണിറ്റ് വോളിയം. ബിക്കോസ് ഇവിടെ ചാർജ് പെർ യൂണിറ്റ് വോളിയം കോൺസ്റ്റന്റ് ആണ്. സോ എനിക്ക് എഴുതാം ടോട്ടൽ ചാർജസ് ഈക്വൽ ടു ചാർജ് പെർ യൂണിറ്റ് വോളിയം ഇൻറ്റു ആ വോളിയം. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/3 പൈ സ്മോൾ ആർ ക്യൂബ്. ഓക്കെ, ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് ക്യൂ ഈസ് ഈക്വൽ ടു 3/4 പൈ ആർ ക്യൂബ് ടൈംസ് ക്യൂ ഇൻറ്റു 4/3 പൈ സ്മോൾ ആർ ക്യൂബ്. ഓക്കെ, സോ എനിക്ക് എന്താ കട്ട് ചെയ്യാം, എനിക്ക് ഇവിടെ 4 പൈന്റെ ടേം പോയി ആൻഡ് 3ന്റെ ഫാക്ടർ പോയി. സോ എനിക്ക് കിട്ടും എന്റെ ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ആർ ക്യൂബ് ഇൻറ്റു സ്മോൾ ആർ ക്യൂബ്. ഓക്കെ, സോ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു കെ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ക്യൂ ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ ക്യൂബ്. ആൻഡ് ഇവിടെ ഒരു ആർ ഉണ്ട്, സോ ആർ ഞാൻ ഇവിടെ എഴുതണം. സോ ഞാൻ ആർ ഇവിടെ എഴുതി ആൻഡ് ഡി ക്യൂ. റൈറ്റ്, ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് എഴുതാം ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു കെ
Q divided by R cube into R square dq. Right? Okay. ഇനി ആക്ച്വലി ഒരു ഡി ക്യൂ ഉണ്ട്, എനിക്ക് ഡി ക്യൂനെയും ആറിന്റെ ടേമിൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ റൈറ്റ്, എനിക്ക് ഇതിനകത്ത് എഴുതാം ദിസ് ഇംപ്ലൈസ്, ഞാൻ ഈക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു ആറിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണ്. സോ എനിക്ക് എഴുതാം ഡി ക്യൂ ബൈ ഡി ആർ ഈക്വൽ ടു ക്യൂ ബൈ ആർ ക്യൂബ് ടൈംസ് 3r സ്ക്വയർ, അല്ലെങ്കിൽ എനിക്ക് എഴുതാം ഡി ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ആർ ക്യൂബ് 3r സ്ക്വയർ ഡി ആർ. സോ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് വർക്ക് ഡൺ dw ഈസ് ഈക്വൽ ടു kq ബൈ ആർ ക്യൂബ് ആർ സ്ക്വയർ ഡി ക്യൂ. ഡി ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ക്യാപിറ്റൽ ക്യൂ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് ഇൻറ്റു 3r സ്ക്വയർ ഡി ആർ. ഓക്കെ, സോ ഞാനിപ്പോൾ എന്ത് കണ്ടുപിടിച്ചു? ഒരു r റേഡിയസ് ഉള്ള ഒരു സ്ഫിയറിന്റെ പുറത്ത് ഒരു ഇൻഫിനിറ്റസിമൽ എമൗണ്ട് ഓഫ് ചാർജ് ഡി ക്യൂ കൊണ്ടുവരാനുള്ള എമൗണ്ട് ഓഫ് വർക്ക് കണ്ടുപിടിച്ചു. ഇതുപോലെ ഞാനിവിടെയുള്ള എല്ലാ സ്ഫിയറിന്റെ പുറത്തും ഒരു ഇൻഫിനിറ്റസിമൽ എമൗണ്ട് ഓഫ് ചാർജ് കൊണ്ടുവരാനുള്ള വർക്ക് കാൽക്കുലേറ്റ് ചെയ്യണം, എല്ലാം ഞാൻ ആഡ് ചെയ്യണം, അതായത് ബേസിക്കലി ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ എനിക്ക് എഴുതാം ടോട്ടൽ വർക്ക് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ദിസ് ക്വാണ്ടിറ്റി ഫ്രം 0 to capital R. ആൻഡ് ഇവിടെ കോൺസ്റ്റൻസ് ആയിട്ട് എന്തൊക്കെയുണ്ട് എനിക്കറിയാം. കെ കോൺസ്റ്റന്റ് ആണ്, ആൻഡ് ഇവിടെ ക്യാപിറ്റൽ ക്യൂ രണ്ടെണ്ണമുണ്ട്, സോ ക്യൂ സ്ക്വയർ. ആൻഡ് ഓക്കെ, എന്റെ ഡിനോമിനേറ്ററിൽ ഒരു r⁻6 ഉണ്ട്, ആൻഡ് ഇവിടെ ഒരു 3യുടെ ഫാക്ടർ ഉണ്ട്. ഓക്കെ, ബാക്കി എന്റെ ഇന്റഗ്രൽ അത് വരാൻ പോകുന്നത് ഇന്റഗ്രൽ 0 to capital R റൈറ്റ് r⁻4 dr. ഓക്കെ റൈറ്റ്, എങ്ങനെ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു 3k q സ്ക്വയർ r⁻6 r⁻4 dr എന്ന് വെച്ചാൽ r⁵5/5. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ r⁵5/5. സോ ഇതും കട്ട് ചെയ്ത് പോവും. സോ എന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/5 k q സ്ക്വയർ ഡിവൈഡഡ് ബൈ r. സോ നമുക്ക് മുമ്പ് കിട്ടിയ സെയിം റിസൾട്ട് തന്നെ. ഇപ്പൊ നമ്മൾ പെർഫെക്റ്റ്ലി കൺവിൻസ്ഡ് ആയി, നമുക്ക് മനസ്സിലായി എൻ്റെ ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഈ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ഓഫ് എനർജി ഞാനിപ്പോൾ അത് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു, ഓരോന്നും ഇൻഫിനിറ്റിന്ന് കൊണ്ടുവരുന്ന രീതിയിൽ. എനിക്ക് കിട്ടിയ ആൻസർ തന്നെയാണ് എക്സാക്ട്ലി നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ഇക്വേഷന്റെ, അതായത് ഈ ഇക്വേഷന്റെ LHS യൂസ് ചെയ്തപ്പോഴും RHS യൂസ് ചെയ്തപ്പോഴും. സോ ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി കൺവിൻസ്ഡ് ആണ്, അതായത് എൻ്റെ ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ആ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനെ കൺസ്ട്രക്ട് ചെയ്യാൻ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ഓഫ് എനർജി ഒന്നാലോചിച്ച് നോക്കുക. ഞാൻ ഇപ്പൊ ചെയ്ത ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഓരോ ചാർജസിനെയും കൊണ്ടുവരുന്നു എന്നാണ്. ഞാൻ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ അതേ എമൗണ്ട് ഓഫ് എനർജിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത നമ്മുടെ റെഡിമെയ്ഡ് ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് യൂസ് ചെയ്തും. ഇത് നമ്മുടെ മോട്ടിവേറ്റഡ് റിസൾട്ട് ആണ്. ഇത് നമ്മൾ പ്രൂവ് ചെയ്തില്ല, ഞാനതൊരു ഫാക്ട് ആണെന്ന് പറഞ്ഞേ. ഞാൻ ഇത് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും എനിക്ക് കിട്ടിയത്. സോ എനിക്ക് കംപ്ലീറ്റ്ലി മനസ്സിലായി ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനെ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ഓഫ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ആ സിസ്റ്റത്തിന്റെ ഇന്ററാക്ഷൻ എനർജിയാണ്, എന്ന് വെച്ചാൽ ബേസിക്കലി ആ സിസ്റ്റത്തിന്റെ സെൽഫ് എനർജിയാണ്. അതെന്തിന് ഈക്വൽ ആണ് നമുക്കറിയാം. ആ എൻറ്റയർ സെൽഫ് എനർജീനെ അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ടേംസിന് എനിക്ക് എഴുതാം. സോ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഏതോ ഒരു എനർജിക്ക് ഈക്വലന്റ് ആണ്. എങ്കിൽ അടുത്ത കേസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് വർക്ക് ഡൺ റിക്വയർഡ് ടു കൺസ്ട്രക്ട് എ യൂണിഫോംലി ചാർജ് സ്ഫിയർ ഓഫ് റേഡിയസ് r ആൻഡ് ടോട്ടൽ ചാർജ് q. അതായത് ഈ കേസിൽ ഇത് സോളിഡ് സ്ഫിയർ അല്ല, ഹോളോ സ്ഫിയർ ആണ്. അതായത് ഇതിന്റെ സർഫസിൽ ഒരു ക്യാപിറ്റൽ Q ചാർജ് ഉള്ള ഒരു സ്ഫിയർ ഓക്കെ ഇനി കൺസ്ട്രക്ട് ചെയ്യണം. ഞാൻ അതിനു വേണ്ടി എത്ര എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് എനർജി സ്പെൻഡ് ചെയ്യണം. ഓക്കെ റൈറ്റ്, നമുക്ക് ആദ്യം ബ്രൂട്ട് ഫോഴ്സ് വേ നോക്കാം, അതിനുശേഷം നമ്മുടെ റെഡിമെയ്ഡ് ഇക്വേഷൻ യൂസ് ചെയ്യാം. റൈറ്റ്, ബ്രൂട്ട് ഫോഴ്സ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റിന്ന് ഞാൻ ഓരോ ചാർജസിനെയും കൊണ്ടുവരിക, ഞാൻ എത്ര എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കാം. ഓക്കെ, സപ്പോസ് ഞാൻ ഇൻഫിനിറ്റിന്ന് ഈ സ്ഫിയറിന്റെ സർഫസിലോട്ട് സപ്പോസ് ഞാൻ ആദ്യം ഒരു DQ ചാർജ് കൊണ്ടുവരുന്നു എന്ന് വെച്ചു. റൈറ്റ്, ഞാൻ അതിനാദ്യം എത്ര എമൗണ്ട് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. റൈറ്റ്, സോ അതിനായിട്ട് ഇനിഷ്യലി ഞാനൊരു Q ചാർജ് ഈ സ്ഫിയറിലോട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. Q ചാർജ് എങ്കിൽ നമുക്കറിയാം ആ സ്ഫിയറിന്റെ സർഫസിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് പൊട്ടൻഷ്യൽ ഉണ്ടാവും. ആ പൊട്ടൻഷ്യലാണ് V. എനിക്ക് എഴുതാം ആ V എന്ന് പറഞ്ഞാൽ KQ ഡിവൈഡഡ് ബൈ R. റൈറ്റ്, എങ്കിൽ സർഫസിൽ ഒരു Q ചാർജ് ഇരിക്കുമ്പോൾ ഒരു DQ ചാർജ് കൊണ്ടുവരാൻ ഞാൻ ചെയ്യേണ്ട എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ആണ് dW, which is equal to KQ
ഡിവൈഡഡ് ബൈ ആർ ഡി ക്യൂ. അതായത് ഈ ക്യൂ ചാർജ് ഇരിക്കുമ്പോൾ ഞാൻ ഡി ക്യൂ ചാർജ് കൊണ്ടുവരാൻ ഞാൻ ചെയ്യേണ്ട എമൗണ്ട് ഓഫ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇതാ. ഇനിയൊന്ന് ആലോചിച്ച് നോക്കേ, എനിക്ക് സർഫസിലെ ടോട്ടൽ ക്യാപിറ്റൽ ക്യൂ എമൗണ്ട് ചാർജ് കൊണ്ടുവരണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഓരോ ക്യൂ ചാർജസ് ഇരിക്കുമ്പോഴും ഞാൻ ഡി ക്യൂ കൊണ്ടുവരണം. അങ്ങനെ 0 തൊട്ട് ക്യാപിറ്റൽ ക്യൂ വരെയുള്ള ക്യൂ ചാർജസ് ഇരിക്കുമ്പോൾ ഡി ക്യൂ ചാർജസ് കൊണ്ടുവരാനുള്ള വർക്കിന് എല്ലാത്തിനും കൂടെ ആഡ് ചെയ്യണം. റൈറ്റ്. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചേക്കുന്ന ഈ ക്വാണ്ടിറ്റിനെ ഞാൻ 0 തൊട്ട് ക്യാപിറ്റൽ ക്യൂ വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ എനിക്ക് എഴുതാം, ഞാൻ ചെയ്യേണ്ട ടോട്ടൽ എമൗണ്ട് ഓഫ് വർക്ക് ഈക്വൽ ടു ഇന്റഗ്രൽ കെ ക്യൂ ബൈ ആർ ഡി ക്യൂ ഫ്രം ദ ലിമിറ്റ് 0 ടു ക്യാപിറ്റൽ ക്യൂ. ഇത് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു കെ കോൺസ്റ്റന്റ് ആണ്, ആർ കോൺസ്റ്റന്റ് ആണ്, ബാക്കി ഇന്റഗ്രൽ ക്യൂ ഡി ക്യൂ. ഇന്റഗ്രൽ ക്യൂ ഡി ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂ സ്ക്വയർ ബൈ 2. സോ ഇവിടെ ഒരു ഹാഫിന്റെ ഫാക്ടർ വരും. ആൻഡ് ക്യൂ സ്ക്വയർ ഫ്രം ദ ലിമിറ്റ് 0 ടു ക്യാപിറ്റൽ ക്യൂ. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ക്യൂ സ്ക്വയർ, ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0. സോ ക്യൂ സ്ക്വയർ. സോ ഇതാണ് നമ്മുടെ ആൻസർ. അതായത് നമുക്ക് മനസ്സിലായി, എനിക്കൊരു ഹോളോ സ്ഫിയർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു കണ്ടക്ടിങ് സ്ഫിയർ ഉണ്ടാക്കണം. ബിക്കോസ് കണ്ടക്ടിങ് സ്ഫിയർ ആണെങ്കിൽ ഞാൻ ഇടുന്ന ചാർജ് എല്ലാം സർഫസിലാണ് പോകുന്നത്. റൈറ്റ്. സോ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി, അല്ലെങ്കിൽ ഒരു ഹോളോ സ്ഫിയറിന്റെ അല്ലെങ്കിൽ ഒരു സോളിഡ് കണ്ടക്ടിങ് സ്ഫിയറിന്റെ സെൽഫ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ 2r ആണ്. ഓക്കെ. ഇനി ആക്ച്വലി നമുക്ക് നമ്മുടെ റെഡിമെയ്ഡ് ഫോമിൽ യൂസ് ചെയ്തും ചെയ്യാം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഓക്കെ. റൈറ്റ്. എനിക്ക് എഴുതാം the same amount of energy work done equal to half epsilon 0 integral over electric field square dV, integral over the body, integral over the whole space. ഇത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, ഹോൾ സ്പേസ് എന്ന് പറയുമ്പോൾ ഞാൻ ആക്ച്വലി ഇതിനകത്തുള്ള ഇൻസൈഡ് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യണം, അതിന്റെ ഔട്ട് സൈഡ് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ. ഇവിടെ ഒരു ഫാക്ട് ഉണ്ട്. നമുക്കറിയാം, സർഫസിലെ ചാർജ് യൂണിഫോം ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് കാണില്ല. ഓക്കെ. ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് മുമ്പത്തെ സെക്ഷൻസിൽ. സോ ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് കാണില്ല. സോ ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. സോ ഈ പാർട്ടിന്റെ സ്പേസ് ഇൻസൈഡ് അത് നമ്മൾ ചെയ്യേണ്ട, ബിക്കോസ് ഇറ്റ് സെൽഫ് 0 ആണ്, ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഞാൻ ഔട്ട് സൈഡ് മാത്രം ചെയ്താൽ മതി. ഇനി ഔട്ട് സൈഡ് ആണെങ്കിലോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമുക്കറിയാം, ഈ സർഫസിൽ ചാർജ് യൂണിഫോം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ഞാൻ പുറത്ത് നിൽക്കുകയാണ്, ഇതെല്ലാം സെന്ററിൽ ഇരിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ കെ ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഞാനിത് കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു ഹാഫ് എപ്സലോൺ 0 ഇന്റഗ്രൽ ഇ സ്ക്വയർ. ഇ സ്ക്വയർ എന്ന് പറയുമ്പോൾ കെ സ്ക്വയർ ക്യൂ സ്ക്വയർ ആൻഡ് ആർ സ്ക്വയർ, അതിന്റെ സ്ക്വയർ. സോ ആർ റൈസ് ടു 4th ഇൻറ്റു ഡി വി. ഡി വി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഡി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടെ ഒരു കാര്യം ആലോചിക്കാം, ഞാൻ ഇന്റഗ്രൽ ഓവർ ദ എൻറ്റയർ സ്പേസ് ആ ചെയ്യുന്നത്, അല്ലാതെ ഇന്റഗ്രൽ ഓവർ ദ ബോഡി അല്ല. സോ ഓവർ ദ ഇന്റഗ്രൽ എൻറ്റയർ സ്പേസ് എന്ന് പറയുമ്പോൾ റൈറ്റ് ഡി വി. ഡി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റസിമൽ വോളിയം. എനിക്ക് ഇതിന് ചുറ്റും എന്ത് ചെയ്യാം? ഒരു ആനുലാർ സെക്ഷൻ കൺസിഡർ ചെയ്യാം, മുമ്പ് കൺസിഡർ ചെയ്ത പോലെ തന്നെ. സോ അതിന്റെ വോളിയം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫസ് ഏരിയ 4πr² ഇൻറ്റു ഡി ആർ. ഓക്കെ. സോ അതാണ് നമ്മുടെ ഇൻഫിനിറ്റസിമൽ വോളിയം. സോ 4πr² ഡി ആർ. ഓക്കെ. റൈറ്റ്. ഇനി സിമ്പിൾ തിങ്, ഞാൻ എവിടെ നിന്ന് വരെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഔട്ട്സൈഡ് വേൾഡ് ആണ്, അതായത് ക്യാപിറ്റൽ ആർ ടു ഇൻഫിനിറ്റി ആണ്. റൈറ്റ്. സോ 0 ടു അല്ല, ക്യാപിറ്റൽ ആർ ടു ഇൻഫിനിറ്റി. സോ ഞാൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ എനിക്ക് എക്സാക്ട്ലി കിട്ടും. ഈ സാധനം എന്ന് പറഞ്ഞാൽ കെ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2r. ഓക്കെ. ഇത് ആക്ച്വലി ഈസി ഇന്റഗ്രൽ ആണ്, ഇതിനകത്തൊന്നുമില്ല. ബിക്കോസ് കെ കോൺസ്റ്റന്റ് ആണ്, നമ്മുടെ ക്യൂ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, 4π കോൺസ്റ്റന്റ് ആണ്, അതെല്ലാം പുറത്ത് വരും. ബാക്കി ഇവിടെ ആർ സ്ക്വയറും r⁻⁴ കട്ട് ചെയ്ത് ഡിനോമിനേറ്ററിൽ r സ്ക്വയർ എന്നാവും, അത് മോളിൽ ഇപ്പോൾ r⁻². സോ r⁻² + 1 ബൈ -2 + 1. ഓക്കെ. ഈസി ഇന്റഗ്രൽ ആൻഡ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് എക്സാക്ട്ലി ആൻസർ കിട്ടും. ഓക്കെ. സോ നമ്മൾ കംപ്ലീറ്റ്ലി കൺവിൻസ്ഡ് ആയി. നമ്മൾ മുമ്പ് ഡിറൈവ് ചെയ്ത ആ റെഡിമെയ്ഡ് ഫോമില, ഓക്കെ, അത് ആക്ച്വലി സെൻസിബിൾ ആണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. റൈറ്റ്. ഇനി ഞാൻ ആക്ച്വലി നമ്മുടെ ആ റെഡിമെയ്ഡ് ഫോമിലേക്കകത്തുള്ള RHSനെ ഞാൻ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുക്കുവാണ്. റൈറ്റ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും അറിയാം, എൻ്റെ ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഇതിനെ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജീനെ അവിടെ ഡെവലപ്പ് ചെയ്ത് വന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ടേംസിൽ മാത്രം എനിക്ക് എഴുതാം. സോ എനിക്ക് എഴുതാം ആ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ സെൽഫ് എനർജി ഈക്വൽ ടു ഇന്റഗ്രൽ ഹാഫ് എപ്സിലോൺ 0 മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് സ്ക്വയർ ഡി വി. റൈറ്റ്. എങ്കിൽ ഓക്കെ, ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന ഒരു വെയ്ഗ് ലോജിക് ആണ്. ഓക്കെ. ഇത് ആക്ച്വലി റിസൾട്ട് ട്രൂ ആണ്, പക്ഷേ ഞാൻ വളരെ റിഗറസ് ആയിട്ടില്ല പ്രൂവ് ചെയ്യുന്നത്. ബിക്കോസ് വളരെ റിഗറസ് ആയിട്ട് പ്രൂവ് ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടെ
ബെറ്റർ മാത്തമാറ്റിക്സ് വേണം. സോ അത്രയും മാത്തമാറ്റിക്സ് നമുക്ക് അറിയത്തില്ല. ബിക്കോസ് നമ്മുടെ സംസാരിക്കുന്ന ആക്ച്വലി വോളിയം ഇന്റഗ്രൽസിനെ പറ്റിയാണ്. നമുക്ക് വോളിയം ഇന്റഗ്രൽസിന്റെ ഡീറ്റെയിൽസിനെ പറ്റി ഒന്നും അറിയത്തില്ല. എന്നാലും നമുക്കറിയാം. ഓക്കെ, സപ്പോസ് ഓക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു നമ്മുടെ ആ ഇക്വേഷന്റെ RHS. ഓക്കെ, ഞാൻ അതിനെ യു എന്ന് വിളിക്കാൻ പോയിട്ട്, ബിക്കോസ് ഞാൻ ഇ എന്ന് വിളിക്കുന്നില്ല, ബിക്കോസ് ഈ നമ്മൾ ഓൾറെഡി ഇലക്ട്രിക് ഫീൽഡിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്ററാണ്. സോ യു. ഓക്കെ, യു ഈസ് ഇക്വൽ ടു ഇന്റഗ്രൽ ഹാഫ് എപ്സിലോൺ 0 മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ സ്ക്വയർ dv. ഓക്കെ, എന്ന് വെച്ചാൽ ഈ കിടക്കുന്ന ക്വാണ്ടിറ്റീനെ വിത്ത് റെസ്പെക്ട് ടു വിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യു കിട്ടും. നമുക്കറിയാം ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഒരു തരത്തിലൊരു ഇൻവേഴ്സ് ഓപ്പറേഷൻസ് ആണ്. അതായത് ഈ സാധനത്തിന്റെ ഇന്റഗ്രൽ ആണെന്നെങ്കിൽ ഈ സാധനത്തിന്റെ ഡെറിവേറ്റീവ് ആയിരിക്കും. റൈറ്റ്? സോ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് du by dv. Okay, derivative with respect to volume. Okay, right, equal to half epsilon 0 magnitude of e square. Right? So അതാണ് ബേസിക്കലി ഈ റിസൾട്ട്. ഇനി ആലോചിച്ച് നോക്കുക, ഈ റിസൾട്ട് ആക്ച്വലി എന്താ മീൻ ചെയ്യുന്നത്. ജസ്റ്റ് നോക്കുക, ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി du by dv ആണ്. ഓക്കെ, ഞാൻ ഈ ക്വാണ്ടിറ്റി ഇവിടെ കൊടുക്കുകയാണെന്ന് വെച്ചോ. റൈറ്റ്? എങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? du by dv ടൈംസ് dv ഈസ് ഇക്വൽ ടു ടോട്ടൽ എനർജി. അതായത് ഞാനൊരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റീനെ, റൈറ്റ്, ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഞാൻ ത്രൂ ഔട്ട് ടോട്ടൽ വോളിയത്തിൽ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ടോട്ടൽ എനർജി കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ആ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? എനർജി ഡെൻസിറ്റി. ബിക്കോസ് എനർജി ഡെൻസിറ്റിനല്ലേ ഞാൻ ത്രൂ ഔട്ട് എൻറ്റയർ വോളിയത്തിൽ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ടോട്ടൽ എനർജി കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം എന്ന് പറഞ്ഞാൽ ബേസിക്കലി എനർജി ഡെൻസിറ്റി ആണ്. അപ്പൊ നമുക്ക് ചോദിക്കാം, എനർജി ഡെൻസിറ്റി അസോസിയേറ്റഡ് വിത്ത് വാട്ട്? ഓക്കെ, ആൻസർ വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ഈ ഇക്വേഷൻ നോക്കുക. ഈ ഇക്വേഷൻ ബേസിക്കലി ഒരു പർട്ടിക്കുലർ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കോൺഫിഗർ ചെയ്യാനുള്ള എമൗണ്ട് ഓഫ് വർക്ക് ഒക്കെയാണ്. പക്ഷേ ഈ ഇക്വേഷൻ ഇപ്പൊ നോക്കിയേ, കംപ്ലീറ്റ്ലി ഇലക്ട്രിക് ഫീൽഡിന്റെ ടേംസിലാണ് കിടക്കുന്നത്. അതായത് ഈ ഇക്വേഷൻ പറയുന്ന പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. സപ്പോസ് എൻ്റെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡ് കോൺഫിഗറേഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ഓഫ് എനർജി എത്രയാണോ അതാണിത്. ആ എനർജി എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ പുറത്തുള്ള സെൽഫ് എനർജി ഒക്കെ ആയിരിക്കും. റൈറ്റ്? അതൊക്കെ ആയിരിക്കും. പക്ഷെ ആക്ച്വലി ഈ ഇക്വേഷൻ പറയുന്നത്, ഓക്കെ, എൻ്റെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് ഡിസ്ട്രിബ്യൂഷൻ കോൺഫിഗർ ചെയ്യാൻ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ഓഫ് എനർജിയാണ് ബേസിക്കലി ഇത്. എന്ന് വെച്ചാൽ ആ ഫീൽഡ് കൺസ്ട്രക്ട് ചെയ്യാൻ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ഓഫ് എനർജിയാണത്. അതുകൊണ്ട് എനിക്ക് ഇതിനെ ഫീൽഡ് എനർജി എന്ന് വിളിക്കാം. റൈറ്റ്? എങ്കിൽ ഈ ഇക്വേഷൻ ബേസിക്കലി എന്താണ് പറയുന്നത്? ഫീൽഡ് എനർജി പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, അതായത് സപ്പോസ് ഇവിടെ എൻ്റെ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ ഞാൻ ഒരു യൂണിറ്റ് വോളിയം കൺസ്ട്രക്ട് ചെയ്യുന്നു. ആ ഒരു യൂണിറ്റ് വോളിയത്തിനകത്ത് ഈ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കൺസ്ട്രക്ട് ചെയ്യാൻ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ഓഫ് എനർജിയാണ് ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ. സോ എനിക്ക് മനസ്സിലായി, ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് വോളിയത്തിനകത്ത് ഈ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യാൻ, കൺസ്ട്രക്ട് ചെയ്യാൻ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ഓഫ് എനർജിയാണ് ബേസിക്കലി ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എനർജി ഡെൻസിറ്റി ഓഫ് ഫീൽഡ് എനർജി. ഓക്കെ, അതായത് ആ ഫീൽഡ് എനർജി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എനർജി ഡെൻസിറ്റി. ഓക്കെ, ഇനി നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, അതായത് സപ്പോസ് എൻ്റെ ഒരു ഇൻഫിനിറ്റ് ഷീറ്റ് ഉണ്ട്. ഇതൊരു ഇൻഫിനിറ്റ് ഷീറ്റ് ആണ്. ചാർജ് പെർ യൂണിറ്റ് ഏരിയ സിഗ്മയാണ്. ഓക്കെ, എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു എ സൈഡ് ലെങ്ത് ഉള്ള ഒരു ക്യൂബ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. എനിക്കറിയേണ്ടത് അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി ക്യാരി ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പ് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു റിസൾട്ട് ഉണ്ടാക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഈ റിസൾട്ട് പറയുന്നത് പറഞ്ഞാൽ എന്തുവാ? ദിസ് ഇംപ്ലൈസ്, സപ്പോസ് എൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നോക്കി, ഈ ക്വാണ്ടിറ്റി ഫിക്സഡ് ആണ്. സോ എനിക്ക് മൊത്തത്തിൽ പുറത്തെടുക്കാം. അപ്പൊ ഈ ഇക്വേഷൻ എന്തായി? ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ ടൈംസ് ഇന്റഗ്രൽ dv. അതായത് ഈ കോൺസ്റ്റന്റ് ആണെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാം u ഈസ് ഇക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ ടൈംസ് വോളിയം. ഓക്കെ, സോ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടി. അതായത് ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ എനിക്ക് പറയാം എൻ്റെ ഫീൽഡ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ ടൈംസ് വോളിയം ആണ്. റൈറ്റ്? എങ്കിൽ നമുക്ക് ഈ കേസിൽ നോക്കാം. സപ്പോസ് എൻ്റെ ഈ ക്യൂബിന്റെ സൈഡിന്റെ ലെങ്ത് എ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്യൂബിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ ബേസിക്കലി എ ക്യൂബ് ആണ്. എനിക്കറിയേണ്ടത് ഈ ക്യൂബ് ക്യാരി ചെയ്യുന്ന എമൗണ്ട് ഓഫ് എനർജി എത്ര? ബിക്കോസ് അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് എനർജി ക്യാരി ചെയ്യുന്നുണ്ട്. ആ എനർജി എത്ര? നമുക്കറിയാം ഇത് ഇൻഫിനിറ്റ് ഷീറ്റ് ആണ്. ഇൻഫിനിറ്റ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ക്യാരി ചെയ്യുന്ന എമൗണ്ട് ഓഫ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ ടൈംസ് വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? എ ക്യൂബ്.
റൈറ്റ്. ഈ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി സിഗ്മ ബൈ 2ε0 ആണ്. സോ എനിക്കത് ഇവിടെ കൊടുക്കുമ്പോൾ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് ഹാഫ് ε0 സിഗ്മ ബൈ 2ε0 ഹോൾ സ്ക്വയർ ടൈംസ് എ ക്യൂബ്. റൈറ്റ്. അതാണ് ആക്ച്വലി ഇതിനകത്ത്, അതായത് നമ്മുടെ ഈ ക്യൂബിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് ക്യാരി ചെയ്യുന്ന എമൗണ്ട് ഓഫ് എനർജി. എനിക്ക് വേറെ രീതിയിൽ ഈക്വേഷൻ ഇന്റർപ്രറ്റ് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഈ ക്യൂബിനകത്ത് ഈ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, റൈറ്റ്. സോ അത് ഇത്രയും എമൗണ്ട് ഓഫ് എനർജി ക്യാരി ചെയ്യുന്നുണ്ട്. എനിക്കൊരു ക്വസ്റ്റൻ ചോദിക്കാം, ഞാൻ എന്തെങ്കിലും ചെയ്ത് ഈ ഇലക്ട്രിക് ഫീൽഡിനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുവാണ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ കാണാൻ പറ്റും കുറച്ച് കഴിഞ്ഞിട്ട്, റൈറ്റ്. പക്ഷെ തൽക്കാലം ജസ്റ്റ് തിങ്ക് ചെയ്യുക, ഞാൻ എന്തെങ്കിലും ചെയ്ത് ഇലക്ട്രിക് ഫീൽഡിനെ കംപ്ലീറ്റ്ലി ഞാൻ ഡിസ്ട്രോയ് ചെയ്യുവാണ്. എങ്കിൽ എനിക്ക് എത്ര എമൗണ്ട് ഓഫ് എനർജി എനിക്ക് പുറത്തോട്ട് കിട്ടും? ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റഡ് എനർജി ഉണ്ട്. എങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ ഡിസ്ട്രോയ് ചെയ്യുവാണെങ്കിൽ എനിക്ക് എത്ര എമൗണ്ട് ഓഫ് എനർജി പുറത്തോട്ട് കിട്ടും? ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് എനർജി ക്യാരി ചെയ്യുന്നുണ്ട്. എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും എമൗണ്ട് ഓഫ് എനർജി ആയിരിക്കും എനിക്ക് അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്, റൈറ്റ്. അതായത് ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡ് എനിക്ക് ഇല്ലാതാക്കാമെങ്കിൽ എനിക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്ന എമൗണ്ട് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രിക് ഫീൽഡ് ക്യാരി ചെയ്തിരുന്ന എനർജി എത്രയാണോ അത്രയും എനർജി ആക്ച്വലി എനിക്ക് അതിനകത്ത് നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, റൈറ്റ്. എനിക്ക് വേറൊരു സിറ്റുവേഷൻ നോക്കാം. സപ്പോസ് ഇതേ ഇൻഫിനിറ്റ് ഷീറ്റ് തന്നെയാണ്. ഓക്കെ, ഞാൻ പക്ഷേ നമ്മുടെ ഈ ക്യൂബിന് പകരം ഞാനൊരു സ്ഫിയർ ആവശ്യക്കുന്നത്, സ്ഫിയർ വിത്ത് സം റേഡിയസ് എ, റൈറ്റ്. ഓക്കെ, എനിക്ക് അറിയേണ്ടത് ഈ സ്പെറിക്കൽ റീജിയൻ ക്യാരി ചെയ്യുന്ന എമൗണ്ട് ഓഫ് എനർജി എത്ര. എനിക്ക് അവിടെ എഴുതാം എനർജി ഈസ് ഈക്വൽ ടു സിംപ്ലി ഹാഫ് ε0 ഇ സ്ക്വയർ ടൈംസ് അതിന്റെ വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ ഈ കേസിൽ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 4/3 പൈ എ ക്യൂബ്. ഓക്കെ, എങ്കിൽ വേറൊരു സിനാരിയോ, സപ്പോസ് ഇത് ഇൻഫിനിറ്റ് ഷീറ്റ് അല്ല, അതിന് പകരം ഇൻഫിനിറ്റ് വയർ ആണ് വിത്ത് എ ചാർജ് ഡെൻസിറ്റി ലാംഡ, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. എങ്കിൽ ഓക്കെ, ഞാൻ ഇവിടെ ഒരു സ്ഫിയറാ കൺസിഡർ ചെയ്യുന്നത്, റൈറ്റ്. നമുക്ക് എന്തായാലും അറിയാം, ഒരു ഇൻഫിനിറ്റ് വയറിന്റെ കേസിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K 2λ ഡിവൈഡഡ് ബൈ, സപ്പോസ് ഇതിന്റെ സെന്റർ വരെയുള്ള റേഡിയസ് R ആണെങ്കിൽ സെന്ററിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R. ഓക്കെ, ആൻഡ് ആ സ്ഫിയറിന്റെ റേഡിയസ് A, റൈറ്റ്. ഇവിടെ എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ε0 ദിസ് ഇ സ്ക്വയർ ടൈംസ് ഇതിന്റെ വോളിയം എഴുതാൻ പറ്റില്ല. ബിക്കോസ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം അല്ല. ബിക്കോസ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഒക്കെ ഡിഫറെന്റ് ആണ്. ബിക്കോസ് R വേരി ചെയ്യുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുന്നുണ്ട്, റൈറ്റ്. ഓക്കെ, സോ നമുക്ക് അങ്ങനത്തെ കാൽക്കുലേഷൻസ് ചെയ്യാം. അതിനുവേണ്ടി നമുക്കിവിടെ ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ ചെയ്യാം. എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മുടെ ഈ എ ആറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണെങ്കിൽ എനിക്കൊരു ഗുഡ് അപ്രോക്സിമേഷൻ എഴുതാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വോളിയത്തിനകത്ത് ക്യാരി ചെയ്യുന്ന എമൗണ്ട് ഓഫ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ U ഈക്വൽ ടു ഹാഫ് ε0 ഇ സ്ക്വയർ. ഇ സ്ക്വയർ എന്ന് പറഞ്ഞാൽ K 2λ ബൈ R ഹോൾ സ്ക്വയർ ടൈംസ് അതിന്റെ വോളിയം. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/3 പൈ എ ക്യൂബ്. ഓക്കെ, എങ്കിൽ നമുക്ക് വേറൊരു കേസ് നോക്കാം. അതായത് കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞ സിനാരിയോ എക്സാക്ട്ലി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന, അതായത് സപ്പോസ് ഇതൊരു കണ്ടക്ടർ ആണ്, റൈറ്റ്. ആൻഡ് ആ കണ്ടക്ടർ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ചാർജ് ക്യാരി ചെയ്യുന്നുണ്ട്. ആൻഡ് ആ കണ്ടക്ടർ ക്യാരി ചെയ്യുന്ന എമൗണ്ട് ഓഫ് ചാർജ് ആണ് Q. ആൻഡ് നമുക്കറിയാം ആ കണ്ടക്ടറിന്റെ സർഫസിൽ ആ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ ദാറ്റ് കണ്ടക്ടറിന്റെ സർഫസിൽ ഒരു ചാർജ് പെർ യൂണിറ്റ് ഏരിയ ഉണ്ട്. സപ്പോസ് അതാണ് സിഗ്മ, റൈറ്റ്. ഓക്കെ, ഈ കണ്ടക്ടറിന് ഒരു ടോട്ടൽ വോളിയം ഉണ്ട്. ടോട്ടൽ വോളിയം ആണ് B. എനിക്കറിയേണ്ടത്, നമുക്ക് എന്തായാലും അറിയാം ഈ കണ്ടക്ടറിന്റെ സർഫസ് ചാർജ് ഉണ്ട്. സോ ഇതിനകത്തൊരു ഇന്റേണൽ പ്രഷർ ഡെവലപ്പ് ചെയ്യും. നമ്മൾ മുമ്പത്തെ സെക്ഷൻസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സപ്പോസ് ജസ്റ്റ് തിങ്ക് ചെയ്യുക, ഈ കണ്ടക്ടർ ഇന്റേണൽ പ്രഷർ കാരണം സ്ലൈറ്റ്ലി ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു വെച്ചു, റൈറ്റ്. പക്ഷെ അത്ര റിജിഡ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്ലൈറ്റ്ലി ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ ഓക്കെ, ഇതിന് എക്സ്ട്രാ ഓക്കെ ഇതൊരു dV വോളിയം ഇത് അച്ചീവ് ചെയ്യും. ഓക്കെ, റൈറ്റ്. ഓക്കെ, ഇത് എക്സ്ട്രാ അച്ചീവ് ചെയ്ത വോളിയം ആണ് ബേസിക്കലി ഈ dV. എങ്കിൽ നമുക്ക് ആലോചിച്ച് നോക്കാം അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന്. ഓക്കെ, ഇനിഷ്യലി നമ്മുടെ കണ്ടക്ടർ ഇതായിരുന്നു, റൈറ്റ്. സോ അതിന്റെ സർഫസിലൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഒരു കാര്യം ആലോചിക്കണം, കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, പക്ഷെ കണ്ടക്ടറിന്റെ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. കണ്ടക്ടറിന്റെ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഓൾറെഡി അറിയാം, സിഗ്മ ഡിവൈഡഡ് ബൈ ε0. ഇനി ഈ കണ്ടക്ടർ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ സർഫസ് ഇതാണ്, റൈറ്റ്. അതായത് മുമ്പ് ഇവിടെ ഉണ്ടായ ഇലക്ട്രിക് ഫീൽഡ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം. ബിക്കോസ് കണ്ടക്ടറാണ്, അതിനകത്ത് വരാൻ പാടില്ല. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റീജിയൻ കണ്ടക്ടറിനകത്തായി. എന്ന് വെച്ചാൽ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് ഫീൽഡ് എക്സാക്ട്ലി ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു, റൈറ്റ്. അപ്പൊ നമുക്ക് ചോദിക്കാം,
ഇലക്ട്രിക് ഫീൽഡ് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഇലക്ട്രിക് ഫീൽഡ് അസോസിയേറ്റ് ഉള്ള എനർജി എവിടെ പോയി? റൈറ്റ്. ഓക്കെ, ഞാൻ മുമ്പ് പറഞ്ഞു എനിക്ക് ഇലക്ട്രിക് ഫീൽഡിനെ ഡിസ്ട്രോയ് ചെയ്യാമെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡ് അസോസിയേറ്റ് ചെയ്തുള്ള എമൗണ്ട് ഓഫ് എനർജി എനിക്ക് പുറത്തോട്ട് കിട്ടും. റൈറ്റ്. ഇവിടെ എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആക്ച്വലി ഈ സാധനം എക്സ്പാൻഡ് ചെയ്യാൻ യൂസ് ചെയ്ത എമൗണ്ട് ഓഫ് വർക്ക്. നമുക്ക് വെറുതെ ആ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതായത് വർക്ക് ഡൺ ബൈ ദിസ് ഇന്റേണൽ പ്രഷർ, അത് എക്സാക്ട്ലി ഇവിടുത്തെ എനർജി ഡെൻസിറ്റി ടൈംസ് ഉണ്ടായ വോളിയം അതിന് ഈക്വലന്റ് ആയിരിക്കും. അതായത് അവിടെയുള്ള ഫീൽഡ് എനർജിക്ക് എക്സാക്ട്ലി ഈക്വലന്റ് ആയിരിക്കും. റൈറ്റ്. നമുക്ക് നോക്കാം. റൈറ്റ്. നമുക്ക് എന്തായാലും ഇവിടെ എഴുതാം വർക്ക് ഡൺ ബൈ ഇന്റേണൽ പ്രഷർ. വർക്ക് ഡൺ ബൈ ഇന്റേണൽ പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം DW. DW is equal to P due to electric times dV. റൈറ്റ്. നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, ഇതാണ് ആക്ച്വലി വർക്ക് ഡൺ ബൈ എ പ്രഷർ. റൈറ്റ്. ഓക്കെ, റൈറ്റ്. ആൻഡ് നമ്മൾ ഓൾറെഡി മുമ്പ് ഡിറൈവ് ചെയ്തിട്ടുണ്ട് ഒരു കണ്ടക്ടറിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഇന്റേണൽ പ്രഷർ. ഇന്റേണൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ε0 ആണ്. ഓക്കെ, റൈറ്റ്. ആൻഡ് നമുക്ക് ഓൾറെഡി അറിയാം ഒരു കണ്ടക്ടറിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡും അതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റിയും റിലേറ്റഡ് ആണ്. എന്തുവാണ്? E is equal to സിഗ്മ ഡിവൈഡഡ് ബൈ ε0. അല്ലെങ്കിൽ എനിക്ക് എഴുതാം സിഗ്മ is equal to ε0 ടൈംസ് E. സോ ഞാൻ അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് DW equal to ε0 സ്ക്വയർ E സ്ക്വയർ dV ബൈ 2ε0. ε0 ഇതും കട്ട് ചെയ്ത് പോകും. സോ എനിക്ക് കിട്ടി വർക്ക് ഡൺ, അതായത് വർക്ക് ഡൺ ബൈ ദാറ്റ് ഇന്റേണൽ പ്രഷർ വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ε0 E സ്ക്വയർ dV. ഇനി എന്നാലോചിച്ച് നോക്കേ, എന്താണ് ഈ ഹാഫ് ε0 E സ്ക്വയർ dV? ഹാഫ് ε0 E സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള എനർജി ഡെൻസിറ്റി ആണ്. ടൈംസ് dV എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെവലപ്പ് ചെയ്ത് വന്ന എക്സ്ട്രാ വോളിയം ആണ്. എന്ന് വെച്ചാൽ മുമ്പ് ഇവിടുത്തെ എക്സ്ട്രാ വോളിയത്തിനകത്തുണ്ടായിരുന്ന എമൗണ്ട് ഓഫ് ഫീൽഡ് എനർജിയാണിത്. നമ്മൾ പ്രൂവ് ചെയ്തു അത് എക്സാക്ട്ലി എന്തിന് ഈക്വൽ ആണ്? വർക്ക് ഡൺ ബൈ ഇന്റേണൽ പ്രഷറിന് ഈക്വൽ ആണ്. സോ നമ്മൾ കംപ്ലീറ്റ്ലി കൺവിൻസ്ഡ് ആയി. എൻ്റെ ഓൾറെഡി ഒരു പർട്ടിക്കുലർ റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിനെ കംപ്ലീറ്റ്ലി ഞാൻ ഡിസ്ട്രോയ് ചെയ്തു. സോ ആ ഇലക്ട്രിക് ഫീൽഡ് ക്യാരി ചെയ്തിരുന്ന എമൗണ്ട് ഓഫ് എനർജിയാണ് ഹാഫ് ε0 ടൈംസ് അവിടുത്തെ വോളിയം. അത് എക്സാക്ട്ലി എന്തിന് ഈക്വൽ ആണെന്ന് മനസ്സിലായി. നമുക്ക് പുറത്തോട്ട് കിട്ടിയ എമൗണ്ട് ഓഫ് എനർജി, ഈ കേസിൽ പുറത്തോട്ട് കിട്ടിയ എമൗണ്ട് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ഇന്റേണൽ പ്രഷർ ആണ്. ഓക്കെ, സോ നമ്മൾ കംപ്ലീറ്റ്ലി കൺവിൻസ്ഡ് ആയി ഹാഫ് ε0 E സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫീൽഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഓഫ് എനർജിയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. സപ്പോസ് ഇതൊരു സോളിഡ് സ്ഫിയർ ആണ് ആൻഡ് ആ സോളിഡ് സ്ഫിയറിന്റെ പുറത്ത് +Q എമൗണ്ട് ഓഫ് ചാർജ് ഉണ്ട്. റൈറ്റ്. അതിനെ കവർ ചെയ്തുകൊണ്ട് പുറത്തൊരു ഒരു ഷെല്ലുണ്ട്. ആ ഷെല്ലിന്റെ ഇന്നർ റേഡിയസ് 2r ആണ് ആൻഡ് ഔട്ടർ റേഡിയസ് 3r ആണ്. റൈറ്റ്. ആൻഡ് ഈ ഷെല്ലിനെയും നമ്മുടെ ഇതിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഞാനൊരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കറിയേണ്ടത് ഞാൻ ഈ സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഈ സിസ്റ്റത്തിൽ നിന്ന് എത്ര എമൗണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ആവും, അതാണ് നമുക്കറിയേണ്ടത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ആലോചിക്കാം ഈ സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഹീറ്റ് പ്രൊഡ്യൂസ് ആകുമോ എന്നറിയേണ്ടത്. ബിക്കോസ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോം ഓഫ് എനർജിയാണ്. സോ ഹീറ്റ് പ്രൊഡ്യൂസ് ആവണമെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിൽ നിന്ന് ഏതെങ്കിലും ഫോമിൽ എനർജി റിലീസ് ആവണം. അതിനൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്. റൈറ്റ്. ഇനീഷ്യലി നമുക്ക് നോക്കാം. റൈറ്റ്. സപ്പോസ് നമുക്കറിയാം ഈ സ്വിച്ച് ഇപ്പോൾ ഓപ്പൺ ആണ്. റൈറ്റ്. ആൻഡ് ഇതെല്ലാം +Q ചാർജസ് ആണ്. എങ്കിൽ നമുക്കറിയാം ഇവിടുന്ന് ഫീൽഡ് ലൈൻസ് പുറത്തോട്ട് വരും. നമ്മൾ ഓൾറെഡി ഇത് ഗോസ് തിയറത്തിന്റെ സെക്ഷൻസിലൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതൊരു കണ്ടക്ടർ ആണ്. സോ കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന എല്ലാ ഫീൽഡ് ലൈൻസും എക്സാക്ട്ലി ഇവിടെ ടെർമിനേറ്റ് ചെയ്യണം. റൈറ്റ്. അങ്ങനെ ഇവിടെ ടെർമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ചാർജ് +Q അത് എത്രയാണോ എക്സാക്ട്ലി -Q ചാർജ് ഇവിടെ ഡെവലപ്പ് ചെയ്യണം. റൈറ്റ്. ആൻഡ് നമ്മുടെ ഈ ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ന്യൂട്രൽ ആണ്. അപ്പൊ ഇവിടെ -Q ചാർജ് വരുന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി ഇതിന്റെ സർഫസിൽ +Q ചാർജസ് വരണം. സോ നമുക്ക് മനസ്സിലായി സ്വിച്ച് ഞാൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ അവിടുത്തെ ചാർജ് കോൺഫിഗറേഷൻ എന്താണെന്ന്. അതായത് ഇവിടെ മൊത്തത്തിലൊരു -Q ചാർജ് യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. ഔട്ടർ സർഫസിൽ കറസ്പോണ്ടിങ് ആയിട്ട് +Q ചാർജസ് വരും. ഇനി നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ പറ്റി ആലോചിക്കാം. റൈറ്റ്. നമുക്കറിയാം സ്വിച്ച് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ഫീൽഡ് ലൈൻസ് ഉണ്ട്. റൈറ്റ്. ആൻഡ് ഇതിനകത്ത് ഫീൽഡ് ലൈൻസ് ഇല്ല. ആൻഡ് പുറത്ത് +Q ചാർജ് ഉണ്ട്. ഞാനിപ്പോൾ വെളിയിൽ ഇതാ ഈ പോയിന്റ് നിൽക്കുവാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള മുഴുവൻ ചാർജസും സെന്റർ ഇരിക്കുന്നതിന് തുല്യ. ഇവിടെയുള്ള മുഴുവൻ ചാർജ് എത്രയെന്ന് വെച്ചാൽ ജസ്റ്റ് +Q മാത്രമാണ്. ബിക്കോസ് ഇവിടെയുള്ള -Qയും +Qയും ആക്ച്വലി അവിടെ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത രണ്ട് ചാർജസ് ആണ്. റൈറ്റ്. സോ അതിന്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും 0 ആണ്. സോ ഞാൻ പുറത്ത് നിൽക്കുവാണെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ പുറത്തുള്ള മുഴുവൻ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +Q ആണ്. അത് സെന്റർ ഇരിക്കുന്നതിന് തുല്യ. റൈറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തും ഒരു ഫീൽഡ് ലൈൻ ഉണ്ട്. എന്നുവെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഴുവൻ ചാർജും സെന്റർ ഇരിക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഓക്കെ.
അപ്പം നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, ഞാനിവിടെ സ്വിച്ച് ക്ലോസ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന്. സ്വിച്ച് ക്ലോസ് ചെയ്താൽ നമുക്ക് എന്തായാലും അറിയാം, ഞാൻ ഈ സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി റൈറ്റ് നമ്മുടെ ഈ അകത്തെ കണ്ടക്ടറും പുറത്തെ കണ്ടക്ടറും എല്ലാം ചേർന്ന് ഒരു സിംഗിൾ കണ്ടക്ടർ ആയിട്ട് മാറും. എങ്കിൽ ചാർജസ് എല്ലാം അതിന്റെ സർഫസിലേ പോകത്തുള്ളൂ. അതായത് ഞാൻ സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന ആ മൊമെന്റിൽ ഇവിടെയുള്ള മുഴുവൻ ചാർജസും ഇവിടെ എത്തും. റൈറ്റ്, എങ്കിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, ഇവിടെയുള്ള മുഴുവൻ ചാർജസും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ റൈറ്റ്, എങ്കിൽ സർഫസിലെ ചാർജ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, അതിനകത്ത് ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. നമുക്ക് ഓൾറെഡി അറിയാം, ബിക്കോസ് ഒരു സ്ഫിയറിന്റെ സർഫസിൽ ചാർജ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അകത്തുള്ള എല്ലാ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അതായത് ഇവിടെ ഒരിടത്തും ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ആൻഡ് പുറത്തുണ്ട്. പുറത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഈ ക്യൂ മുഴുവൻ ഇവിടെ വരുമ്പോൾ ഇവിടെ എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമോ അതെത്രയാ, മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ, അതായത് മുഴുവൻ ക്യൂ സെന്ററിൽ ഇരുന്ന് കഴിഞ്ഞാൽ എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അത് തന്നെയാണ്. അതായത് നമ്മുടെ ഇവിടെ ഒബ്സർവ് ചെയ്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതായത് സ്വിച്ച് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേയും സ്വിച്ച് ക്ലോസ് ചെയ്തതിന് ശേഷവും പുറത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് സെയിം തന്നെയാണ്. ബിക്കോസ് സെന്ററിൽ ക്യൂ ചാർജ് ഇരിക്കുമ്പോൾ പുറത്ത് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണോ അത് തന്നെയാണ്. റൈറ്റ്, സ്വിച്ച് ക്ലോസ് ചെയ്തതിന് ശേഷമാണെങ്കിൽ അവർ സർഫസിൽ വരും, അത് സ്റ്റിൽ സെന്ററിൽ ഇരിക്കുന്നതിന് ഇക്വലന്റ്. പക്ഷെ സ്വിച്ച് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരുന്നു. പക്ഷെ സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലോ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. സോ നമുക്ക് മനസ്സിലായി, സ്വിച്ച് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരുന്നു, പുറത്തും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, പക്ഷെ പുറത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. പക്ഷെ പുറത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് സ്വിച്ച് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ അത് തന്നെയാണ് സ്വിച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം. എന്ന് വെച്ചാൽ ഈ റീജിയനിൽ ഉണ്ടായിരുന്ന ഇലക്ട്രിക് ഫീൽഡ് മിസ്സായി പോയിട്ടുണ്ട്. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ എക്സ്ട്രാ ഫീൽഡ് ഒരിടത്തും ഉണ്ടായിട്ടില്ല. അതായത് ഈ ഫീൽഡ് ക്യാരി ചെയ്തിരുന്ന എനർജി എത്രയാണോ അത് ലോസ് ആയിട്ടുണ്ട്. അതെങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്, ഹീറ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. റൈറ്റ്, ഓക്കെ. ഈ സിനാരിയോ എക്സാക്ട്ലി മുമ്പത്തെ പ്രോബ്ലം പോലെ, അതായത് നമ്മൾ ഈ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് മുമ്പ് നമ്മുടെ കണ്ടക്ടർ ഇതായിരുന്നു, അപ്പൊ ഇവിടെയൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരുന്നു. വൺസ് ഈ കണ്ടക്ടർ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇന്റേണൽ പ്രഷർ കാരണം എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആയിട്ട് മാറും. ബിക്കോസ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ്, സോ അതിന്റെ ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അതായത് ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡിസപ്പിയർ ആയി. റൈറ്റ്, ഓക്കെ. എങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡ് ക്യാരി ചെയ്തിരുന്ന എനർജി എത്രയാണോ അതാണ് ആക്ച്വലി വർക്ക് ഡൺ ബൈ ഇന്റേണൽ പ്രഷർ എന്ന് നമ്മൾ ആക്ച്വലി ഇവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്നല്ല ചോദിക്കുക, ആ വർക്കിന് എന്ത് സംഭവിക്കും, വേറെ ഒന്നുമല്ല, ബിക്കോസ് ആ വർക്ക് യൂസ് ചെയ്താണ് നമ്മുടെ മെറ്റൽ എക്സ്പാൻഡ് ചെയ്തത്. അതായത് മെറ്റലിനകത്തിരിക്കുന്ന ആറ്റംസിന് കൈനറ്റിക് എനർജി കിട്ടും. ബിക്കോസ് വർക്ക് എനർജി തിയറം അനുസരിച്ച് വർക്ക് ഡൺ ആണ് കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. സോ ഇതിനകത്തുള്ള അകത്തുള്ള ഇന്റേണൽ ആറ്റംസിന് മോർ ആൻഡ് മോർ കൈനറ്റിക് എനർജി കിട്ടി. സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റംസിന്റെ ആവറേജ് കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. നമുക്ക് ഓൾറെഡി അറിയാം, ആറ്റംസിന്റെ ആവറേജ് കൈനറ്റിക് എനർജിയാണ് ടെമ്പറേച്ചറിന്റെ ഒരു മെഷർ. സോ ഈ സിസ്റ്റത്തിന്റെയും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവണം. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റൻ അവിടെ ഇല്ലായിരുന്നു, സോ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്കറിയാം, ഇവിടെയും വർക്ക് ഡൺ ബൈ ഇന്റേണൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി മോളിക്യൂൾസിന്റെ ആവറേജ് കൈനറ്റിക് എനർജിയുടെ കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടത്. സോ അതെന്തായാലും സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചറിനെ ഓൺ ആവറേജ് ഇൻക്രീസ് ചെയ്യിപ്പിക്കും. റൈറ്റ്, സോ എക്സാക്ട്ലി ഇത് ഏതാണ്ട് അതിന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എങ്കിൽ നമുക്ക് ഈ സിസ്റ്റം എത്രത്തോളം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഞാൻ ഈ മിസ് ചെയ്തു പോയ ഇലക്ട്രിക് ഫീൽഡ് ക്യാരി ചെയ്തിരുന്ന എനർജി എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സിമ്പിൾ. എനർജി ഈസ് ഇക്വൽ ടു ഇന്റഗ്രൽ ഓവർ ദാറ്റ് സ്പേസ്, അതായത് ഇന്റഗ്രൽ ഓവർ ദിസ് സ്പേസ് ഹാഫ് എപ്സിലോൺ 0 ആ സ്പേസിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ആ സ്പേസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ചാർജും സെന്ററിൽ ഇരിക്കുന്നതിന് തുല്യോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4πε0 Q / R², അതായത് KQ / R² ഹോൾ സ്ക്വയർ dV. ഓക്കെ, ഇനി നമുക്കറിയാം dV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഇൻഫിനിറ്റസിമൽ വോളിയം. ആ ഇൻഫിനിറ്റസിമൽ വോളിയത്തിനെ നമ്മൾ കുറേ സമയം നമ്മൾ ഇങ്ങനെ എഴുതുന്നത് 4π റൈറ്റ് R² dr. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ വേരിയബിൾ R ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എൻറ്റയർ സ്പേസിനെ, അതായത് എൻറ്റയർ സ്പേസിനെ എനിക്ക് സ്കാൻ ചെയ്യാൻ ഞാൻ എന്ത് ചെയ്താൽ മതി, R തൊട്ട് R = 2R വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ R to 2R. ഓക്കെ, ഞാനത് സ്ലൈറ്റ്ലി സിംപ്ലിഫൈ ചെയ്ത് എനിക്ക് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു റൈറ്റ്, എന്തായാലും ഹാഫും എപ്സിലോൺ 0 കോൺസ്റ്റന്റ് ആണ്. ആൻഡ് നമ്മുടെ K² പുറത്ത് വരും ആൻഡ് Q² പുറത്തോട്ട് വരും. ആൻഡ് ദർ ഈസ് ഓൾസോ എ 4π. ഓക്കെ, ഫൈനലി ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്റഗ്രൽ R to 2R റൈറ്റ്. എൻ്റെ ഡിനോമിനേറ്ററിൽ ഒരു R⁴ ഉണ്ട്.
ന്യൂമറേറ്ററിൽ ഒരു ആർ സ്ക്വയർ ഉണ്ട്, ഡി ആർ. ഓക്കെ, ഇനി ജസ്റ്റ് നോക്കുക, ഇത് വളരെ എലമെന്ററി ആയിട്ടുള്ള ഇന്റഗ്രൽ ആണ്. ബിക്കോസ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ റൈസ് ടു 4, ഈ രണ്ട് സാധനം കട്ട് ചെയ്ത് പോകുമ്പോൾ ഡിനോമിനേറ്ററിൽ ആർ സ്ക്വയർ, ആ സാധനം മുകളിൽ പോകുമ്പോൾ ആർ റൈസ് ടു -2. സോ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ആർ റൈസ് ടു -2 + 1 / -2 + 1. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, എനിക്ക് കിട്ടുന്ന എന്താണോ അതാണ് എന്റെ ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഫൈൻഡ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി stored in the cylindrical shell of length L, inner radius R1 and outer radius R2, coaxial with uniformly charged wire with linear charge density lambda. അതായത് ഇതൊരു വയറാണ്, അതിന് ഇതിന്റെ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ലാംഡയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ, ഈ ഒരു ഇന്നർ റേഡിയസ് R1 അതിന്റെ ഔട്ടർ റേഡിയസ് R2 ഉള്ള ഈ ഒരു സിലിണ്ട്രിക്കൽ സെക്ഷനകത്ത് ഓക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ള എമൗണ്ട് ഓഫ് എനർജി എത്ര, അതായത് ഫീൽഡ് എനർജി എത്ര, എനിക്കതാണ് ബേസിക്കലി വേണ്ടത്. ഓക്കെ റൈറ്റ്, നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ, നമുക്ക് എന്തായാലും എഴുതാം എനർജി, റൈറ്റ്, എനർജി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ദാറ്റ് സ്പേസ്, റൈറ്റ്, ഹാഫ് ε0 ടൈംസ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും അറിയാം, ഈ ഇൻഫിനിറ്റ് ലൈൻ ആ പർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ്. അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു, റൈറ്റ്, 1/4πε0, അതായത് k 2 lambda ഡിവൈഡഡ് ബൈ ദാറ്റ് ഡിസ്റ്റൻസ്. ഓക്കെ റൈറ്റ്, ഇതായിരുന്നു എന്റെ ഫോർമുല, ഹോൾ സ്ക്വയർ dv. റൈറ്റ്, ഇനി നമ്മുടെ അടുത്ത ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇൻഫിനിറ്റസിമൽ വോളിയം കണ്ടുപിടിക്കാവുന്നതാണ്. റൈറ്റ്, ഇവിടുത്തെ ഇൻഫിനിറ്റസിമൽ വോളിയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, എനിക്ക് ഇവിടെ ഏതാ ഇങ്ങനെ ഒരു സ്മോൾ സിലിണ്ട്രിക്കൽ ഷെല്ല് കൺസിഡർ ചെയ്യാം. അതായത് ഏതാണ്ട് ഇങ്ങനെ വരുന്ന ഒരു സ്മോൾ സിലിണ്ട്രിക്കൽ ഷെൽ, അതായത് റേഡിയസ്, അതായത് അതിന്റെ തിക്നെസ് dr ഉം ഹൈറ്റ് L ഉള്ള ഓക്കെ ഒരു സ്മോൾ സിലിണ്ട്രിക്കൽ ഷെൽ എനിക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ആ ഷെല്ലിന്റെ വോളിയം ആണ് dv. റൈറ്റ്, എങ്കിൽ അപ്പൊ എനിക്ക് ആ ഷെല്ലിന്റെ വോളിയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സിമ്പിൾ. ഓക്കെ, ഇതിന്റെ ലോജിക് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വെറുതെ ഇമാജിൻ ചെയ്യുക, ഞാൻ ആ ഷെൽ എടുക്കുന്നു, എന്നിട്ട് ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ ഷെല്ലിനെ നോക്കുന്നു. അങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും കിട്ടുന്നത്, റൈറ്റ്, എനിക്ക് കിട്ടാൻ പോകുന്നത് ഇതേപോലൊരു dr തിക്നെസ് ഉള്ള ഓക്കെ റൈറ്റ്, ഈ ലെങ്ത് ആണ് dr തിക്നെസ് ഉള്ള ഒരു ബ്ലോക്ക് ആണ് ഈ കിട്ടുന്നത്. അതിന്റെ വോളിയം തന്നെ ആയിരിക്കും നമ്മുടെ ഷെല്ലിന്റെയും വോളിയം. ഓക്കെ റൈറ്റ്, എന്ന് വെച്ചാൽ ജസ്റ്റ് വെറുതെ ആലോചിച്ച് നോക്കാം, ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നു, കട്ട് ചെയ്തിട്ട് ഞാൻ നോക്കുന്നു, റൈറ്റ്. എങ്കിൽ ഇതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഇതിന്റെ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന സെക്ഷന്റെ ഏരിയ. ആ സെക്ഷന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, നമ്മുടെ ഈ സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ. സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബേസിന്റെ ലെങ്ത് ഇൻറ്റു ഹൈറ്റ്. ബേസിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്, ആ ലെങ്ത് എന്ന് പറഞ്ഞാൽ അത് സർക്കിൾ ആണ്. സോ 2πr. സോ എനിക്ക് പറയാം ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2πr ഇൻറ്റു ഈ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി L. ഓക്കെ, സോ ഞാൻ റിയലൈസ് ചെയ്തു എന്റെ dv എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πr ടൈംസ് L. സോ ഇപ്പൊ എനിക്ക് ഈ ഏരിയ കിട്ടി ഇൻറ്റു dr. ഓക്കെ റൈറ്റ്, എങ്കിൽ എനിക്ക് എന്റെ മുകളിലത്തെ ഫോമിൽ എനിക്ക് എങ്ങനെയാക്കാം, u ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സ്പേസ്, നമുക്കത് പിന്നെ എഴുതാം, ഹാഫ് ε0 k 2 lambda ഡിവൈഡഡ് ബൈ r സ്ക്വയർ. dv എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πr L dr. ഓക്കെ, സോ ഇപ്പൊ എന്റെ ഇന്റഗ്രേഷൻ വേരിയബിൾ r ആണ്. ഇനി ജസ്റ്റ് ആലോചിച്ച് നോക്കുക, എനിക്ക് ആ എൻറ്റയർ സിലിണ്ട്രിക്കൽ സെക്ഷൻ എനിക്ക് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ r എവിടെ തൊട്ട് വരെ പോവേണ്ടത്, R1 to R2 വരെ. സോ R1 to R2 റൈറ്റ്. ഇനി നമുക്ക് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ε0 റൈറ്റ്, k സ്ക്വയർ. ഓക്കെ, k സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ 1/4πε0 whole square, and there is also a 2 square and lambda square, right, times 2π L ബാക്കി ഇന്റഗ്രൽ R1 to R2 1/r square times this r dr. Okay,
റൈറ്റ്. എങ്കിൽ പുറത്തെ സാധനങ്ങളിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു റൈറ്റ് നമുക്ക് ഓക്കെ റൈറ്റ് നമുക്ക് ഒരു പൈയും ഈ പൈയും ഇതിനകത്തുള്ള ഒരു പൈയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ആൻഡ് ഒരു എപ്സിലോൺ സീറോ ഇവിടെയുള്ള ഒരു എപ്സിലോൺ സീറോ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഒരു 4ഉം ഈ കിടക്കുന്ന സാധനവും ക്യാൻസൽ ചെയ്യാം. സോ ഡിനോമിനേറ്ററിൽ ഒരു 1/4 എപ്സിലോൺ സീറോ കൂടെ ഉണ്ട്. സോ ഞാൻ അതിനെ കെ എന്ന് വിളിക്കാൻ പോവാണ്. സോ ഓക്കെ ആൻഡ് ദിസ് 2ഉം ഈ 2ഉം പോയി റൈറ്റ്. അപ്പൊ നമ്മുടെ ഉള്ളത് കെ ഉണ്ട് ആൻഡ് ലാംഡ സ്ക്വയർ ആൻഡ് ദർ ഈസ് ആൻ എൽ. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ 1/r. 1/r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് മോഡ് ആർ. ഓക്കെ സോ ലോഗ് മോഡ് ആർ ഫ്രം ദ ലിമിറ്റ് r1 to r2. സോ ഞാനത് കാൽക്കുലേറ്റ് ചെയ്യാൻ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു കെ ലാംഡ സ്ക്വയർ എൽ ലോഗ് ഓക്കെ r2/r1. സോ ഇതാണ് നമ്മുടെ ആൻസർ. ഇതാണ് നമ്മുടെ ആ ഒരു സിലിണ്ടറിക്കൽ ഷെൽ സെക്ഷൻ ക്യാരി ചെയ്തിരുന്ന എമൗണ്ട് ഓഫ് എനർജി ബിക്കോസ് ഓഫ് അതിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ ഞാൻ എന്തെങ്കിലും ചെയ്ത് ആ ഇലക്ട്രിക് ഫീൽഡ് എന്തെങ്കിലും ചെയ്ത് എനിക്ക് ഡിസപ്പിയർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എനിക്ക് പുറത്തോട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഓഫ് എനർജി ഇത്രയുമാണ്. ഇതാണ് ആ ഫീൽഡിനകത്തിരിക്കുന്ന എനർജി. ഇപ്പൊ നമ്മൾ ഏതാണ്ട് നമ്മൾ കൺവിൻസ്ഡ് ആയിട്ടുണ്ട്. സപ്പോസ് എൻ്റെ ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് റൈറ്റ്. ആ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ഓഫ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഫീൽഡിനകത്തുള്ള ടോട്ടൽ ഫീൽഡ് എനർജി. അതാണ് ബേസിക്കലി ഒരു കണ്ടിന്യൂസ് ചാർജ് സിസ്റ്റത്തിനെ കൺസ്ട്രക്ട് ചെയ്യാൻ എനിക്ക് വേണ്ട ടോട്ടൽ എനർജി. സോ എനിക്ക് കംപ്ലീറ്റ്ലി മനസ്സിലായി ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ സെൽഫ് എനർജി എന്ന് പറയുന്നത് അത് കൺസ്ട്രക്ട് ചെയ്യുന്ന ഫീൽഡിനകത്തുള്ള ടോട്ടൽ ഫീൽഡ് എനർജിക്ക് ഈക്വലന്റ് ആണ്. ഓക്കെ നമ്മൾ ആദ്യമേ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അതായത് നമ്മൾ എന്തിനാ ഈ സെൽഫ് എനർജി എന്നൊരു നെയിം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്? ബിക്കോസ് അത് ബേസിക്കലി ഇന്ററാക്ഷൻ എനർജി അല്ലേ? ബിക്കോസ് നമ്മൾ അവിടെ നിന്നല്ലേ ഈ സാധനം എല്ലാം ഡെഡ്യൂസ് ചെയ്തതെന്ന്. ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിലാണെങ്കിൽ ഓക്കെ വളരെ സെൻസിബിൾ ആണ്. പക്ഷേ എൻ്റെ ഉള്ള ഒരു ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ ഇതിനകത്ത് കാര്യങ്ങൾ കുറച്ചും കൂടെ കെയർഫുൾ ആവണമെന്ന്. സോ ആ പോയിന്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ ഓക്കെ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. സോ അതിനകത്ത് നമുക്കൊരു ലീഡ് കിട്ടും. നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ കൂടുതൽ മുന്നോട്ട് ഡെവലപ്പ് ചെയ്യും. ഓക്കെ റൈറ്റ് നമുക്ക് നോക്കാം. സപ്പോസ് എൻ്റെ 2 പോയിന്റ് ചാർജസ് ഉണ്ട്. അതായത് ഞാൻ സംസാരിക്കുന്ന ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷനെ പറ്റിയ. അതായത് സപ്പോസ് ഇതൊരു പ്ലസ് ചാർജും ഓക്കെ ആൻഡ് ഇതൊരു മൈനസ് ചാർജുമാണ്. ഓക്കെ ഈ 2 ചാർജസിനിടയ്ക്കുള്ള സെപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ആർ റൈറ്റ്. എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിനെ കൺസ്ട്രക്ട് ചെയ്യാൻ ഞാൻ എത്ര എമൗണ്ട് എനർജി സ്പെൻഡ് ചെയ്യണം, അതായത് ഞാൻ എത്രത്തോളം വർക്ക് ചെയ്യണം. റൈറ്റ് എനിക്ക് എന്തായാലും അറിയാം വെരി സിമ്പിൾ. ഇത് ജസ്റ്റ് 1/4 എപ്സിലോൺ സീറോ ക്യൂ ഡിവൈഡഡ് ബൈ ആർ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു ചാർജ് മൈനസ് ആണ്. സോ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ഓഫ് എനർജി അതായത് എൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ കെ ക്യൂ ഓക്കെ സപ്പോസ് ഇത് Q1 ഇത് Q2 അങ്ങനെയാണെങ്കിൽ Q1 Q2 ഡിവൈഡഡ് ബൈ ആർ വിത്ത് എ മൈനസ് സൈൻ. ഓക്കെ സോ ഞാനൊരു കാര്യം കണ്ടു, വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ആണ്. ഇനി നമുക്ക് ഓൾറെഡി നമുക്കറിയാം ഈ ഇന്ററാക്ഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് എനർജി ആയി മാറിയായിരുന്നു. പക്ഷെ ഫീൽഡ് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫീൽഡ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ എ വോളിയം ഓക്കെ ടൈംസ് ഹാഫ് എപ്സിലോൺ സീറോ ഇ സ്ക്വയർ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓവർ ഫുൾ സ്പേസ്. അതൊക്കെ എന്തായിക്കോട്ടെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്തേക്കുന്നത് ഹാഫ് എപ്സിലോൺ സീറോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അതിന്റെ സ്ക്വയറിനെയാണ്. ഇത് എപ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. സോ ഇന്റഗ്രലിന്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ നമ്മളൊരു കോൺട്രഡിക്ഷൻ പോലൊരു സാധനത്തിൽ എത്തിക്കുകയാണ്. ബിക്കോസ് നമുക്ക് ഓൾറെഡി അറിയാം ഇവിടെ ഈ സിസ്റ്റം കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന എമൗണ്ട് ഓഫ് എനർജി നെഗറ്റീവ് ആണ്. പക്ഷേ നമ്മുടെ ടോട്ടൽ ഫീൽഡ് എനർജി പോസിറ്റീവ് ആണ്. എന്തായാലും ഒരു പോസിറ്റീവ് നമ്പർ നെഗറ്റീവ് നമ്പർ എന്തായാലും ഈക്വൽ ആവത്തില്ല. ഓക്കെ സോ നമുക്ക് മനസ്സിലായി കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ഈ ഇന്ററാക്ഷൻ എനർജിയും ഫീൽഡ് എനർജി എക്സാക്ട്ലി സെയിം ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്തോ ഒരു ഡിഫറൻസ് നമ്മൾ കാണുന്നുണ്ട്. റൈറ്റ് അതായത് ഇന്ററാക്ഷൻ എനർജി ഒരു പോസിറ്റീവ് നമ്പർ ആണ് ആൻഡ് നമ്മുടെ ഫീൽഡ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇന്ററാക്ഷൻ എനർജി ഒരു നെഗറ്റീവ് നമ്പർ ആണ്. എന്റെ ഫീൽഡ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് നമ്പർ ആണ്. ആൻഡ് ഈ കേസിൽ എനിക്ക് അല്ലേലും അറിയാം ഫീൽഡ് എനർജി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇൻഫിനിറ്റി ആണ് ആവാൻ പോകുന്നത്. ബിക്കോസ് നമ്മൾ മുമ്പ് കണ്ടു ഇതൊക്കെ പോയിന്റ് ചാർജസ് ആണ്. ഒരു പോയിന്റ് ചാർജിന്റെ പുറത്തുള്ള സെൽഫ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇൻഫിനിറ്റി ആണ്. സോ നമ്മൾ എന്തൊക്കെയോ വലിയ കോൺട്രഡിക്ഷൻസിൽ എത്തുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അങ്ങോട്ട് സെറ്റായി വരുന്നില്ല. സോ നമുക്ക് ഈ പ്രോബ്ലത്തിന് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. സോ നമുക്ക് വെറുതെ ഒന്ന് തിങ്ക് ചെയ്യാം. ഓക്കെ അതായത് സപ്പോസ് എൻ്റെ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്.
റൈറ്റ്? ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് രണ്ട് പാർട്സ് വെച്ചിട്ടാണ്. അതായത് എന്ന് വെച്ചാൽ രണ്ട് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ഒരു സിസ്റ്റമാണ് എൻ്റെ സിസ്റ്റം, റൈറ്റ്? ഓക്കെ, ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ സെൽഫ് എനർജിയാണ്, അല്ലെങ്കിൽ ടോട്ടൽ ഫീൽഡ് എനർജിയാണ്. ഓക്കെ, റൈറ്റ്? അപ്പൊ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പോസ്ഡ് ഓഫ് ടു അനദർ സിസ്റ്റംസ്. ഓക്കെ, ഇതാണ് സിസ്റ്റം 1, ഇതാണ് സിസ്റ്റം 2, റൈറ്റ്? ഇതിനകത്ത് എന്തൊക്കെയോ ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്, ഇതിനകത്ത് എന്തൊക്കെയോ ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. എനിക്ക് ഈ ടോട്ടൽ സിസ്റ്റം ക്യാരി ചെയ്യുന്ന എനർജി, ഫീൽഡ് എനർജി, അല്ലെങ്കിൽ ടോട്ടൽ സിസ്റ്റത്തിന്റെ സെൽഫ് എനർജി, എനിക്ക് അതാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് എന്തായാലും എഴുതാം, ടോട്ടൽ സിസ്റ്റത്തിന്റെ ഫീൽഡ് എനർജി, ഫീൽഡിൽ ക്യാരി ചെയ്യുന്ന എനർജി ഈസ് ഈക്വൽ ടു യു ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സ്പേസ് ഡി വി ഹാഫ് എപ്സിലോൺ 0 ടോട്ടൽ ഫീൽഡ് ഹോൾ സ്ക്വയർ, റൈറ്റ്? ഇനി എന്തായാലും എനിക്കറിയാം ഈ ടോട്ടൽ ഫീൽഡ് ഡ്യൂ ടു ദിസ് ഫുൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നോക്കിയാൽ സപ്പോസ് ഞാനിപ്പോൾ ഈ പോയിന്റ് എടുക്കുവാണ്, ഈ പോയിന്റിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എവൻ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ വെക്ടർ സം ആണ്. സോ എനിക്ക് എഴുതാം ഇൻ ജനറൽ ഈ ടോട്ടൽ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E1 + E2, റൈറ്റ്? ഓക്കെ, ഞാനിത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്, റൈറ്റ്? സോ നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നത്. അപ്പൊ എനിക്ക് എഴുതാം therefore field energy of the full system, okay, field energy of the full system equal to half integral over the space dv half epsilon 0 absolute value of E1 + E2, right? അതായത് മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ, റൈറ്റ്? ഇനി നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ പാരലോഗ്രാം ലോ അനുസരിച്ച് എൻ്റെ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ആ രണ്ട് വെക്ടേഴ്സിന്റെയും റിസൾട്ടന്റ് വെക്ടർ, അതായത് E1ന്റെയും E2ന്റെയും റിസൾട്ടന്റ് വെക്ടർ ആണ് E, റൈറ്റ്? എങ്കിൽ E1ഉം E2ഉം Eയും ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? റൈറ്റ്, നമുക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സ്പേസ് ഡി വി ഹാഫ് എപ്സിലോൺ 0, ഓക്കെ, റൈറ്റ്? എനിക്ക് എഴുതാം magnitude of E1 square plus magnitude of E2 square plus 2, okay, ആക്ച്വലി ചിലപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ളത് E1 E2 cos θ എന്നായിരിക്കും. ഞാൻ അതിനെ E1 dot E2 എന്ന് എഴുതുവാണ്, E1 dot E2, ഓക്കെ, റൈറ്റ്? ഓക്കെ, ഞാനിതിനെ സ്ലൈറ്റ്ലി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. എങ്കിൽ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സ്പേസ് ഡി വി half epsilon 0 E1 square plus integral over space half epsilon 0 E2 square plus integral over space half epsilon 0, okay, right? ഇവിടെ എല്ലായിടത്തും dv ഉണ്ട്, dv half epsilon 0 times 2 E1 dot E2 dv, ഓക്കെ, റൈറ്റ്? ഇനി നമുക്ക് ജസ്റ്റ് തിങ്ക് ചെയ്ത് നോക്കാം ഈ ഇക്വേഷൻ എന്താ മീൻ ചെയ്യുന്നത്. ഇത് യൂഫുൾ, അതായത് ഫുൾ സിസ്റ്റത്തിന്റെ ഫീൽഡ് എനർജി. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതാണ് ഫുൾ സിസ്റ്റത്തിന്റെ ഫീൽഡ് എനർജി. എന്തായത്? ഇതെന്ന് പറഞ്ഞാൽ ഹാഫ് എപ്സിലോൺ 0 ഒന്നാമത്തെ സിസ്റ്റം ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ക്വയർ ഇന്റഗ്രൽ ഓവർ ഹോൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് സിസ്റ്റത്തിന്റെ പുറത്തുള്ള ഫീൽഡ് എനർജിയാണ്. അതായത് ഈ സിസ്റ്റം അതിന് ചുറ്റും ഉണ്ടാക്കുന്ന ഫീൽഡിനകത്ത് ക്യാരി ചെയ്യുന്ന എനർജി, അല്ലാന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ മാത്രം സെൽഫ് എനർജി, റൈറ്റ്? അത് നമുക്കറിയാം ഒരു കണ്ടിന്യൂസ് ചാർജ് സിസ്റ്റം ആണ്. സോ ഫീൽഡ് എനർജി എന്ന് പറഞ്ഞാൽ എൻ്റെ പുറത്തുള്ള സെൽഫ് എനർജിയാണ്. ആ സെൽഫ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടിന്യൂസ് ചാർജ് സിസ്റ്റത്തിനെ കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്ത് വരുന്ന എമൗണ്ട് ഓഫ് എനർജി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രാക്ഷൻ എനർജിയാണ് ഈ ഒരു സിംഗിൾ സിസ്റ്റത്തിനെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി വന്നിരുന്നത്. ഓക്കെ, റൈറ്റ്? ഇതെന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇന്റഗ്രൽ ഓവർ ഹോൾ സ്പേസ് ഹാഫ് എപ്സിലോൺ 0 E2 സ്ക്വയർ, അതായത് ഈ സിസ്റ്റത്തിന്റെ പുറത്തുള്ള ടോട്ടൽ ഫീൽഡ് എനർജി. ഓക്കെ, സോ ഇപ്പൊ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടി. അതായത് അതായത് ഈ ഫുൾ സിസ്റ്റത്തിന്റെ ഫീൽഡ് എനർജി എന്ന് പറയുന്നത് ഒന്നാമത്തെ സിസ്റ്റത്തിന്റെ ഫീൽഡ് എനർജി പ്ലസ് രണ്ടാമത്തെ സിസ്റ്റത്തിന്റെ ഫീൽഡ് എനർജി പ്ലസ് സംതിങ്. ഓക്കെ, അത് നമ്മൾ അത്രത്തോളം എക്സ്പെക്ട് ചെയ്തതല്ലായിരുന്നു. ക്ലിയർ? ഓക്കെ, അതായത് നമുക്ക് ചിലപ്പോൾ നമ്മൾ വളരെ നൈവായിട്ട് തിങ്ക് ചെയ്യുന്നതിന് നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും ഫുൾ സിസ്റ്റത്തിന്റെ ഫീൽഡ് എനർജി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സിസ്റ്റത്തിന്റെ ഫീൽഡ് എനർജി പ്ലസ് രണ്ടാമത്തെ സിസ്റ്റത്തിന്റെ ഫീൽഡ് എനർജി, ദാറ്റ്സ് ഇറ്റ്.
പക്ഷെ നമുക്ക് മനസ്സിലായത് ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ടേം കിടപ്പുണ്ട്. ഈ ടേം നമുക്ക് ഒരു പരിചയമില്ലാത്ത ടേമാണ്. ഓക്കെ, എന്താ ആക്ച്വലി ഹാഫ് എപ്സിലോൺ 0 2 ടൈംസ് E1 ഡോട്ട് E2 വെച്ചാൽ അവിടെ ഒരു കപ്ലിംഗ് ഉണ്ട്. അതായത് ഈ രണ്ട് സിസ്റ്റവും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ്റെ ഒരു ടേം ആക്ച്വലി ആ കിടക്കുന്നത്. റൈറ്റ്, ആ ടേമിനകത്ത് തന്നെ അതിന്റെ ഹിന്റ് ഉണ്ട് എന്താണ്. റൈറ്റ്, നമുക്ക് നോക്കാം. റൈറ്റ്, സോ ഇപ്പൊ എന്തായാലും എനിക്ക് ഈ സാധനത്തിനെ പറ്റി എനിക്ക് ഒരു ഐഡിയ ഇല്ല. റൈറ്റ്, സോ അത് എന്താണെന്ന് അറിയാനായിട്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. സപ്പോസ് ഈ രണ്ട് സിസ്റ്റംസും രണ്ട് പോയിന്റ് ചാർജസ് ആണ് എങ്കിൽ ഇത് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ബിക്കോസ് ഇപ്പൊ ഇത് ഇൻ ജനറൽ ഒരു കോംപ്ലിക്കേറ്റഡ് ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. എനിക്ക് E1 ഡോട്ട് E2 ഇൻ ജനറൽ എന്താവും അറിയാൻ ഒരു വഴിയുമില്ല. സോ നമുക്കൊരു കാര്യം ചെയ്യാം, സിംപ്ലി ഇത് രണ്ട് പോയിന്റ് ചാർജസ് ആണ് എങ്കിൽ അതെന്തായി മാറും എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, റൈറ്റ്, അപ്പൊ നമുക്ക് നോക്കാം. സപ്പോസ് എന്റെ ഓക്കെ, ഞാനൊരു കോർഡിനേറ്റ് സിസ്റ്റം ഒക്കെ വരയ്ക്കാം. ഓക്കെ, റൈറ്റ്. ഓക്കെ, ഇതാണ് എൻ്റെ ഒന്നാമത്തെ ചാർജ് ഇരിക്കുന്നത് R1 ഡിസ്റ്റൻസിലാണ്. ഓക്കെ, ഇവിടെയാണ് എൻ്റെ ഒന്നാമത്തെ ചാർജ് Q1. ഇതാണ് എൻ്റെ രണ്ടാമത്തെ ചാർജ് Q2. റൈറ്റ്, ഇതാണ് എൻ്റെ ജനറൽ പോയിന്റ്. ഓക്കെ, എന്താണ് E1? E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ചാർജ് ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്. സിമ്പിൾ, നമുക്കത് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു E1. E1 ഇസ് ഈക്വൽ ടു K Q1 ഡിവൈഡഡ് ബൈ ദിസ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R മൈനസ് R1. റൈറ്റ്, സോ R മൈനസ് R1. ഓക്കെ, ഞാൻ വെക്ടർ ഫോം എഴുതുന്നത്. സോ R ക്യൂബ് ടൈംസ് യൂണിറ്റ് വെക്ടർ R മൈനസ് R1. ഓക്കെ, റൈറ്റ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ചാർജ് അവിടെ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് E2 ഇസ് ഈക്വൽ ടു K Q2 ഡിവൈഡഡ് ബൈ R മൈനസ് സെയിം R2 ഹോൾ ക്യൂബ് R മൈനസ് R2. ഓക്കെ, എങ്കിൽ നമ്മുടെ ഈ ടേം, റൈറ്റ്, ഈ ടേം അതായത് E1 ഡോട്ട് E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E2 ഈക്വൽ ടു, റൈറ്റ്, ജസ്റ്റ് നോക്കുക. ഞാൻ രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കെയും K സ്ക്വയർ. സോ K സ്ക്വയർ Q1 Q2 ഡിവൈഡഡ് ബൈ R മൈനസ് R1 ക്യൂബ് R മൈനസ് R2 ക്യൂബ് ടൈംസ്, ഞാൻ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യേണ്ടത് ബിക്കോസ് E1 ഡോട്ട് E2 ആണ്. സോ ഇത് രണ്ടും ഡോട്ട് ചെയ്യേണ്ടി വരും. സോ R മൈനസ് R1 ഡോട്ട് R മൈനസ് R2. റൈറ്റ്, ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു, അതായത് എൻ്റെ ഉള്ള രണ്ട് പോയിന്റ് ചാർജസ് ആണെങ്കിൽ കൂടിയും ഈ കിടക്കുന്ന ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടേമാണ്. ഓക്കെ, എനിക്ക് വലിയ ഐഡിയ ഇല്ല ഇത് ബേസിക്കലി എന്താണെന്ന്. ഓക്കെ, റൈറ്റ്. സോ ഞാൻ ആക്ച്വലി ഇത് മുന്നോട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നില്ല. ഓക്കെ, റൈറ്റ്. ഇനി അതേപോലെ തന്നെ ഇവിടെ വേറെ ഒരു പ്രശ്നമുണ്ട്. ഇത് ഇന്റഗ്രൽ ഓവർ ഹോൾ സ്പേസ് എന്നാണ്. സോ നമുക്ക് ആക്ച്വലി ട്രിപ്പിൾ ഇന്റഗ്രൽ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ, അതായത് വോളിയം ഇന്റഗ്രൽ നമുക്ക് ഇൻ ജനറൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് അറിയത്തില്ല. സോ നമുക്ക് കൂടുതൽ മാത്തമാറ്റിക്സ് അറിയത്തില്ല. എന്നുവെച്ചാൽ ഞാനിത് ചെയ്തതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ക്വാണ്ടിറ്റി അത്ര സിമ്പിൾ അല്ല. രണ്ട് പോയിന്റ് ചാർജസിന്റെ കോണ്ടെക്സ്റ്റിൽ പോലും ഈ ക്വാണ്ടിറ്റി അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, റൈറ്റ്. ഇനി ഞാൻ ഒരു ഫാക്ട് പറയുവാണ്. സപ്പോസ് നമ്മൾ ഈ ഇന്റഗ്രൽ, അതായത് ഞാൻ E1 E2 ഞാൻ ഇവിടെ കൊടുത്തിട്ട് ഞാൻ ഈ പാർട്ട് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു എന്ന് വെച്ചോ. ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് എക്സാക്ട്ലി കാണാൻ പറ്റും ആ ഒബ്ജക്റ്റ്, ആ കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇതാണ്. അതായത് K Q1 Q2 ഡിവൈഡഡ് ബൈ R1 മൈനസ് R2 മാഗ്നിറ്റ്യൂഡ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അത്യാവശ്യം മാത്തമാറ്റിക്സ് അറിയാമെങ്കിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ കിട്ടും. എങ്കിൽ എന്താണിത്? ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ചാർജസ് ഇടയ്ക്കുള്ള ഇന്ററാക്ഷൻ എനർജിയാണ്. റൈറ്റ്, സോ എനിക്ക് ഒരു ഐഡിയ കിട്ടി. റൈറ്റ്, അതായത് എനിക്ക് മനസ്സിലായി, ഞാൻ രണ്ട് പോയിന്റ് ചാർജസിന്റെ കേസ് ഞാൻ ഈ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഈ കിടക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് പോയിന്റ് ചാർജസിനിടയ്ക്കുള്ള ഇന്ററാക്ഷൻ എനർജിയാണ്. ഓക്കെ, സോ എങ്കിൽ എനിക്ക് എഴുതാം, ഇൻ ജനറൽ ഈ കിടക്കുന്ന എൻറ്റയർ ടേം, അതായത് ഇന്റഗ്രൽ ഓവർ സ്പേസ് ഹാഫ് എപ്സിലോൺ 0 2 ടൈംസ് E1 E2 dV, ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സിസ്റ്റംസിനിടയ്ക്കുള്ള ഇന്ററാക്ഷൻ എനർജി ആണെന്ന്. അതായത് ഈ ടേം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സിസ്റ്റംസിനിടയ്ക്കുള്ള ഇന്ററാക്ഷൻ എനർജിയാണ്.
ഓക്കെ, സോ എനിക്കൊരു ജനറൽ റിസൾട്ട് കിട്ടി. എനിക്ക് മനസ്സിലായി യു സെൽഫ് ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ചിലപ്പോൾ ഒന്നിലധികം ഡിസ്ക്രീറ്റ് പാർട്സ് കൊണ്ടൊക്കെ ഉണ്ടാക്കപ്പെട്ട സിസ്റ്റം ആയിരിക്കാം. ഈ സിസ്റ്റത്തിന്റെ പുറത്തുള്ള മുഴുവൻ സെൽഫ് എനർജി അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ മുഴുവൻ ഫീൽഡ് എനർജി, ആ ഫീൽഡ് എനർജി എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിനകത്തുള്ള ഇൻഡിവിജ്വൽ പാർട്സിന്റെ സെൽഫ് എനർജീസ് പ്ലസ് ആ ഇൻഡിവിജ്വൽ പാർട്സിനിടയ്ക്കുള്ള ഇന്ററാക്ഷൻ എനർജി. റൈറ്റ്? ഇനി നമുക്ക് നേരത്തെ പോയിന്റ് ചാർജസിന്റെ കേസ് ഒന്ന് ആലോചിച്ച് നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കേ, രണ്ട് പോയിന്റ് ചാർജസ് ഉണ്ട്, ഒന്ന് പോസിറ്റീവ് മറ്റേത് നെഗറ്റീവാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? ആ രണ്ട് സിസ്റ്റത്തിന്റെ ഇന്ററാക്ഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന നെഗറ്റീവാണ്, സെൽഫ് എനർജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോസിറ്റീവ് ആണ്. ഇതെങ്ങനെ കൺസിസ്റ്റന്റ് ആവും? ബിക്കോസ് ഇന്ററാക്ഷൻ എനർജി ഈക്വൽ ടു സെൽഫ് എനർജി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് മനസ്സിലായി അല്ല, സെൽഫ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ററാക്ഷൻ എനർജി പ്ലസ് സംതിങ് ആണ്. റൈറ്റ്? അവിടെ നിന്ന് ആലോചിച്ച് നോക്കേ, ആ സിസ്റ്റത്തിന്റെ ഇന്ററാക്ഷൻ എനർജി ഒരു നെഗറ്റീവ് നമ്പറാണ്. അതിന്റെ കൂടെ അതിനകത്തുള്ള ഇൻഡിവിജ്വൽ ചാർജസിന്റെ സെൽഫ് എനർജി എന്ന് പറഞ്ഞത് പോയിന്റ് ചാർജസ് ആണ്, ഇൻഫിനിറ്റി ആണ്. സോ ആ നെഗറ്റീവ് നമ്പറിന്റെ കൂടെ ഞാൻ ഇൻഫിനിറ്റി ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന നമ്പർ പോസിറ്റീവ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് ആ സിസ്റ്റത്തിന്റെ സെൽഫ് എനർജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പോസിറ്റീവ് കിട്ടുന്നതും അതേസമയം അതിന്റെ ഇന്ററാക്ഷൻ എനർജി നെഗറ്റീവ് ആവുന്നത്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ആ പ്രോബ്ലം നമ്മൾ റിസോൾവ് ചെയ്തു. ഇനി നമ്മുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ള വേറൊരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞത് ഇതാണ്, ഇതെങ്ങനെ ശരിയാവും? ബിക്കോസ് നമ്മൾ ഇനിഷ്യലി നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ റിസൾട്ടിനകത്തു നിന്നാണ്. അതായത് നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി ഇവിടെ നിന്നാണ്. റൈറ്റ്? ഇത് ബേസിക്കലി ഇന്ററാക്ഷൻ എനർജിയാണ്. റൈറ്റ്? എന്നിട്ട് ഞാൻ അതിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്തത്, അതായത് ഈ സാധനമാണ് ഞാൻ ഇതെന്ന് പറഞ്ഞത്, ഇതാണ് സിസ്റ്റത്തിന്റെ ഫുൾ എനർജി എന്ന് ഞാൻ പറയുന്നത്. റൈറ്റ്? എന്നിട്ട് ഇപ്പൊ ഞാൻ പറയുന്നു സിസ്റ്റത്തിന്റെ ഫുൾ എനർജി ഈസ് ഈക്വൽ ടു ഈ ഒബ്ജക്റ്റ്, അതായത് ഇന്ററാക്ഷൻ എനർജി പ്ലസ് സംതിങ് എന്നാണ്. ഇതെങ്ങനെ ശരിയാവും? റൈറ്റ്? അത് വർക്ക് ആവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഇതിനകത്തുനിന്ന് ഡയറക്ട്ലി പ്രൂഫ് യൂസ് ചെയ്തല്ല ഞാൻ ഇവിടെ എത്തിയത്. അതൊരു മോട്ടിവേറ്റഡ് റിസൾട്ട് ആയിരുന്നു. ആക്ച്വലി സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇതാണ്, ഞാൻ ഈ റിസൾട്ടിൽ നിന്ന് ഈ റിസൾട്ടിലോട്ട് പോയപ്പോൾ ഞാനൊരു കാര്യം അസ്യൂം ചെയ്തു. അതായത് നമ്മുടെ ഈ സിസ്റ്റത്തിനകത്തുള്ള ഓരോ ഇൻഡിവിജ്വൽ ചാർജസും എക്സ്ട്രീംലി സ്മോളർ ആണ്, ഇൻഫിനിറ്റസ്മൽ ആണ്. ഓക്കെ, റൈറ്റ്? എങ്കിലൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്കറിയാം ടോട്ടൽ സെൽഫ് എനർജി എന്ന് പറയുന്നത് സിസ്റ്റംസിനകത്തുള്ള ഓരോ ഇൻഡിവിജ്വൽ ചാർജസിന്റെയും സെൽഫ് എനർജി, അതായത് ഇൻഡിവിജ്വൽ പാർട്സിന്റെയും സെൽഫ് എനർജി പ്ലസ് ഇന്ററാക്ഷൻ എനർജിയാണ്. നമുക്കത് ഓൾറെഡി അറിയാം. ഇനി ഒന്ന് ആലോചിച്ച് നോക്കേ, ഞാൻ ഈ സിസ്റ്റത്തിനെ കൺസ്ട്രക്ട് ചെയ്തത് ഓരോ ഇൻഫിനിറ്റസ്മൽ സൈസ് ഉള്ള ചാർജസ് യൂസ് ചെയ്ത. എന്റെ ചാർജസ് ഇൻഫിനിറ്റസ്മൽ ആണെങ്കിൽ അതിനെ കൺസ്ട്രക്ട് ചെയ്യാൻ എനിക്ക് വേണ്ടി വരുന്ന സെൽഫ് എനർജി 0 ആണ്. റൈറ്റ്? അതായത് എൻ്റെ ഇരിക്കുന്ന ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിനകത്തുള്ള ഓരോ ഇൻഡിവിജ്വൽ പോയിന്റ്സിന്റെയും ദേ ആർ ഇൻഫിനിറ്റസ്മൽ. സോ അവർ ക്യാരി ചെയ്യുന്ന സെൽഫ് എനർജി 0 ആണ്. സോ എൻ്റെ ഇരിക്കുന്ന കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ടോട്ടൽ സെൽഫ് എനർജി എന്ന് പറയുന്നത് ജസ്റ്റ് ഇന്ററാക്ഷൻ എനർജി മാത്രമാണ്. ബിക്കോസ് ഇൻഡിവിജ്വൽ പാർട്സിന്റെ സെൽഫ് എനർജി 0 ആണ്. ബിക്കോസ് അവർ ഇൻഫിനിറ്റസ്മൽ ആണ്, വളരെ സ്മോൾ ആണ്. റൈറ്റ്? അതേസമയം എൻ്റെ ഉള്ള ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എങ്കിൽ ഗെയിം മാറും. ബിക്കോസ് ഇതിനകത്തുള്ള ഓരോ ഇൻഡിവിജ്വൽ പോയിന്റ് ചാർജസും ഇൻഫിനിറ്റ് എമൗണ്ട് സെൽഫ് എനർജി ക്യാരി ചെയ്യുന്നുണ്ട്. റൈറ്റ്? സോ ഞാൻ ടോട്ടൽ സെൽഫ് എനർജി ഈസ് ഈക്വൽ ടു അകത്തുള്ള ഓരോ ഇൻഡിവിജ്വൽ പാർട്സിന്റെയും സെൽഫ് എനർജി, അതിലേക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ദേ ആർ ഇൻഫിനിറ്റി, പ്ലസ് അവർക്കിടയിലുള്ള ഇന്ററാക്ഷൻ എനർജി ഞാൻ എടുക്കേണ്ടി വരും. സോ ഇപ്പൊ നമ്മുടെ സ്റ്റോറി ആക്ച്വലി കംപ്ലീറ്റ് ആയി. എങ്കിൽ നമുക്ക് കുറച്ച് മുമ്പേ നമ്മൾ എഴുതിയത് ഈ റിസൾട്ടിനെ നമുക്ക് കുറച്ചും കൂടെ മാത്തമാറ്റിക്കലി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എഴുതാം. എങ്ങനെ? അതായത് യു സെൽഫ് ഫുൾ, അതായത് ഫുൾ സിസ്റ്റത്തിന്റെ സെൽഫ് എനർജി ഈക്വൽ ടു സെൽഫ് എനർജി സം ഓഫ് സെൽഫ് എനർജി ഓഫ് പാർട്സ് പ്ലസ് ഈ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ആ സിസ്റ്റത്തിനകത്തുള്ള ഇൻഡിവിജ്വൽ പാർട്സിന്റെ ഇന്ററാക്ഷൻ എനർജിയാണ്. ബിക്കോസ് യു ഐ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ സിസ്റ്റത്തിനും അതായത് ith സിസ്റ്റത്തിനും jth സിസ്റ്റത്തിനുള്ള ഇന്ററാക്ഷൻ എനർജിയാണ് യു ഐ ജെ. അങ്ങനെ ആ സിസ്റ്റത്തിനകത്തുള്ള എല്ലാ സിസ്റ്റംസിന്റെയും പെയേഴ്സ് ഞാൻ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതായത് 1നും 2 ഇന്ററാക്ഷൻ എനർജി, 2നും 3 ഇന്ററാക്ഷൻ എനർജി, 4നും 5 ഇന്ററാക്ഷൻ എനർജി, അതെല്ലാം ഞാൻ കൺസിഡർ ചെയ്യണം. ആൻഡ് ഈ ഹാഫ് എന്തുകൊണ്ടാണ്? നമ്മൾ ഓൾറെഡി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ് സംസാരിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ഈ ഹാഫിന്റെ റോൾ എന്താണെന്ന്. ബിക്കോസ് നമ്മുടെ ഈ സമ്മേഷനകത്ത് റിപ്പീറ്റഡ് പെയേഴ്സ് വരും. സോ അതിനെ ക്യാൻസൽ ചെയ്യാനാണ്. ആൻഡ് ഐ നോട്ട് ഈക്വൽ ടു ജെ, ബിക്കോസ് ഒരു സിസ്റ്റം ആ സിസ്റ്റത്തിന്റെ പുറത്തേക്ക് ഇന്ററാക്ഷൻ എനർജി എന്തായാലും അപ്ലൈ ചെയ്യാൻ പോകുന്നില്ല. ബിക്കോസ് ഇന്ററാക്ട് ചെയ്യുന്നപ്പോഴും മറ്റൊരു സിസ്റ്റം ആയിട്ടാണ്. ഓക്കെ, സോ നമുക്ക് ഈ റിസൾട്ട് കംപ്ലീറ്റ്ലി മനസ്സിലായി. സോ അപ്പൊ നമുക്ക് പറയാം എൻ്റെ ഒരു കോംപ്ലിക്കേറ്റഡ് സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ സെൽഫ് എനർജി, അതായത് ടോട്ടൽ ഫീൽഡ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിനകത്തുള്ള ഇൻഡിവിജ്വൽ പാർട്സിന്റെ സെൽഫ് എനർജി പ്ലസ് ആ പാർട്സിനിടയ്ക്കുള്ള ഇന്ററാക്ഷൻ എനർജി. ഓക്കെ, എങ്കിൽ നമുക്കിവിടെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സപ്പോസ് എൻ്റെ 2 സിസ്റ്റംസ് ഉണ്ട്. സപ്പോസ് ഇതൊരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ 2 or 3 സിസ്റ്റംസ് ഉണ്ട്.
റൈറ്റ്. എങ്കിൽ ഈ സിസ്റ്റത്തിന്റെ പുറത്തുള്ള ടോട്ടൽ ഫീൽഡ് എനർജി എന്ന് പറയുന്നത് എവന്റെ സെൽഫ് എനർജി പ്ലസ് എവന്റെ സെൽഫ് എനർജി എവന്റെ പ്ലസ് സെൽഫ് എനർജി, റൈറ്റ്, ആൻഡ് അവർക്കിടയിലുള്ള ഇന്ററാക്ഷൻ എനർജി. ഓക്കെ, എനിക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. സപ്പോസ് ഈ സിസ്റ്റത്തിനെ ഞാൻ സ്ലൈറ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, പക്ഷേ ഞാൻ ഈ സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷൻ ഞാൻ മാറ്റുന്നില്ല. അതായത് ഈ സിസ്റ്റംസിനെ ഞാൻ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുവാണ്. അതിനെ ഞാൻ വലുതാക്കിയോ ചെറുതാക്കിയോ ചെയ്യുന്നില്ല. പക്ഷേ ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. എങ്ങനെ ആലോചിച്ച് നോക്കുക, ഈ സിസ്റ്റത്തിന്റെ പുറത്തുള്ള ടോട്ടൽ ഫീൽഡ് എനർജിയിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് അവർക്കിടയിലുള്ള ഇന്ററാക്ഷൻ എനർജിയുടെ ഡിഫറൻസ് മാത്രമായിരിക്കും. ഓക്കെ, റൈറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റം ഗെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ലോസ് ചെയ്യുകയോ ചെയ്യുന്ന കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റംസിന്റെ ഇന്ററാക്ഷൻ എനർജിയുടെ ഡിഫറൻസ് ആയിരിക്കും. ക്ലിയർ? ഓക്കെ, റൈറ്റ്. ഇതുകൊണ്ടാണ് ആക്ച്വലി നമ്മുടെ കയ്യിൽ കുറച്ച് പോയിന്റ് ചാർജസ് ഉണ്ട്. ഈ പോയിന്റ് ചാർജസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യുമ്പോൾ, റൈറ്റ്, നമുക്ക് ഇവർ ചെയ്യുന്ന വർക്ക് ഡണ്ണോ അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയോ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഇവർക്കിടയിലുള്ള ഇന്ററാക്ഷൻ എനർജിയുടെ ഡിഫറൻസ് എടുത്താൽ മതി. റൈറ്റ്, നമ്മൾ ചാർജസിന്റെ സെൽഫ് എനർജിയെ പറ്റി വറി ചെയ്യണ്ട. ബിക്കോസ് ഈ ഓരോ ഇൻഡിവിജ്വൽ പാർട്സും എനർജി ക്യാരി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫുൾ സിസ്റ്റം ഹോൾ ആയിട്ട് മൂവ് ചെയ്യുവാണെങ്കിൽ ഇൻഡിവിജ്വൽ പാർട്സിന്റെ സെൽഫ് എനർജി മാറുന്നില്ല. അത് ഇനിഷ്യലിയും ഫൈനലിയും സെയിം ആണ്. ഡിഫറൻസ് എടുക്കുമ്പോൾ ഇന്ററാക്ഷൻ എനർജിയുടെ ഡിഫറൻസ് മാത്രം നമ്മൾ എടുത്താൽ മതി. ഓക്കെ, സോ ആ പോയിന്റ് എപ്പോഴും ആലോചിക്കുക. നമ്മുടെ ഇരിക്കുന്ന ഇൻഡിവിജ്വൽ പാർട്സിന്റെ സ്ട്രക്ചറിന് വ്യത്യാസമൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഫീൽഡ് എനർജിക്ക് ഉണ്ടാകുന്ന ടോട്ടൽ ചേഞ്ച് എന്ന് പറയുന്നത് ജസ്റ്റ് ഇന്ററാക്ഷൻ എനർജിയുടെ ചേഞ്ച് മാത്രമായിരിക്കും. അപ്പൊ അവിടെ വേറൊരു പോയിന്റ് കൂടെ മനസ്സിലാക്കണം. ആക്ച്വലി ഇന്ററാക്ഷൻ എനർജിയുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഫീൽഡിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് കാരണം ഫീൽഡ് എനർജിയിൽ വരുന്ന ഡിഫറൻസ് ആണ്. ഓക്കെ, റൈറ്റ്. ഓക്കെ, റൈറ്റ്. സോ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ, എങ്കിൽ നമുക്ക് ഇത് നോട്ട് ചെയ്യാവുന്ന ഒരു പോയിന്റ് ആണ്. അതായത് യു സെൽഫ് ഫുൾ, അതായത് ഫുൾ സെൽഫ് എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫീൽഡ് എനർജിയാണ്. ഓക്കെ, എങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലോട്ട് നോക്കാം. ഓക്കെ, എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് ഇത് രണ്ട് സോളിഡ് സ്ഫിയർ ആണ്. ഒന്നാമത്തെ സ്ഫിയറിന്റെ ടോട്ടൽ ചാർജ് ആണ് Q1, രണ്ടാമത്തെ സ്ഫിയറിന്റെ ടോട്ടൽ ചാർജ് ആണ് Q2, അതിന്റെ റേഡിയസ് ആണ് R1, മറ്റേ റേഡിയസ് ആണ് R2. രണ്ടും സോളിഡ് സ്ഫിയേഴ്സ് ആണ്. അതിന്റെ സെന്റേഴ്സ് നടക്കുന്ന ഡിസ്റ്റൻസ് ആണ് R. കണ്ടുപിടിക്കേണ്ടത് ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ സെൽഫ് എനർജി അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ ടോട്ടൽ ഫീൽഡ് എനർജി. അപ്പോൾ നമുക്ക് എന്തായാലും എഴുതാം, സിസ്റ്റത്തിന്റെ ടോട്ടൽ യു ഫുൾ സെൽഫ് എനർജി, ഓക്കെ, സെൽഫ് എനർജി ഈക്വൽ ടു ഒന്നാമത്തെ സിസ്റ്റത്തിന്റെ സെൽഫ് എനർജി പ്ലസ് രണ്ടാമത്തെ സിസ്റ്റത്തിന്റെ സെൽഫ് എനർജി പ്ലസ് ഇവർക്കിടക്കുള്ള ഇന്ററാക്ഷൻ എനർജി, അതായത് യു ഇന്ററാക്ഷൻ ബിറ്റ്വീൻ 1 and 2. ഓക്കെ, റൈറ്റ്. ഇനി ഒന്നാമത്തെ സിസ്റ്റത്തിന്റെ സെൽഫ് എനർജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എൻ്റെ ഒരു സോളിഡ് സ്ഫിയർ ഉണ്ടെങ്കിൽ ആ സോളിഡ് സ്ഫിയറിന്റെ സെൽഫ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/5K അതിന്റെ പുറത്തുള്ള ചാർജ് ഡിവൈഡഡ് ബൈ അതിന്റെ റേഡിയസ്, ചാർജ് സ്ക്വയർ, റൈറ്റ്, പ്ലസ് രണ്ടാമത്തെ സിസ്റ്റത്തിന്റെ സെൽഫ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ അതും സോളിഡ് സ്ഫിയർ ആണ്. സോ 3/5K Q2 സ്ക്വയർ ഡിവൈഡഡ് ബൈ R2 പ്ലസ് ഇവർക്കിടക്കുള്ള ഇന്ററാക്ഷൻ. ഇവർക്കിടക്കുള്ള ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, രണ്ടും കംപ്ലീറ്റ് ചാർജസ് സെൻട്രൽ ഇരിക്കുന്നവരെ കൺസിഡർ ചെയ്യാം. സോ അവർക്കിടക്കുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K Q1 Q2 ഡിവൈഡഡ് ബൈ R. ഓക്കെ, അപ്പൊ ഇതാണ് ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ സെൽഫ് എനർജി അല്ലെങ്കിൽ ടോട്ടൽ ഫീൽഡ് എനർജി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ ടോട്ടൽ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റം ഓഫ് 2 കോൺസെൻട്രിക് ഷെൽസ്. അപ്പൊ ഈ രണ്ട് കോൺസെൻട്രിക് ഷെൽസ് ആണ്. നമുക്ക് ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി, അതായത് സിസ്റ്റത്തിന്റെ ടോട്ടൽ സെൽഫ് എനർജി അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ ടോട്ടൽ ഫീൽഡ് എനർജി നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് എന്തായാലും അറിയാം, യു സെൽഫ് എനർജി ഓഫ് ദ ഫുൾ സിസ്റ്റം ഈക്വൽ ടു യു ഓഫ് S1, അതായത് ഒന്നാമത്തെ ഷെല്ലിന്റെ സെൽഫ് എനർജി പ്ലസ് രണ്ടാമത്തെ ഷെല്ലിന്റെ സെൽഫ് എനർജി പ്ലസ് ഈ രണ്ട് ഷെൽസിനിടയ്ക്കുള്ള ഇന്ററാക്ഷൻ എനർജി, അതായത് U12. ഓക്കെ, റൈറ്റ്. നമുക്ക് എന്തായാലും അറിയാം, ഒന്നാമത്തെ ഷെല്ലിന്റെ സെൽഫ് എനർജി എന്ന് പറഞ്ഞാൽ K Q1 സ്ക്വയർ. ഷെല്ലിന്റെ സെൽഫ് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, 2R1. രണ്ടാമത്തെ ഷെല്ലിന്റെ ആണെങ്കിൽ K Q2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2R2 പ്ലസ് ഇവർക്കിടക്കുള്ള ഇന്ററാക്ഷൻ എനർജി. ഓക്കെ, വളരെ സിമ്പിൾ. ഇവർക്കിടക്കുള്ള ഇന്ററാക്ഷൻ എനർജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, റൈറ്റ്, നമുക്ക് എന്തായാലും അറിയാം, ഈ എൻറ്റയർ സ്ഫിയർ ഈ പർട്ടിക്കുലർ റേഡിയസിൽ ഒരു പർട്ടിക്കുലർ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, റൈറ്റ്. ആ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുഴുവൻ ചാർജും സെന്ററിൽ ഇരിക്കുകയാണെങ്കിൽ K Q1 ബൈ R2 ആൻഡ് R2 ഡിസ്റ്റൻസിൽ ഈ ചാർജസ് മൊത്തത്തിൽ ഇരിക്കുകയാണ്, റൈറ്റ്. സോ ഈ Q2 ചാർജിന്റെ ഓരോ ചെറിയ ചെറിയ പാർട്സും ആ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ഇന്ററാക്ഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, V ആയിട്ട് മൾട്ടിപ്ലൈ എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു K Q1 ഡിവൈഡഡ് ബൈ R2 ടൈംസ് Q2. ഓക്കെ, അതിന്റെ ലോജിക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാ. ബിക്കോസ് ഈ എൻറ്റയർ സാധനം ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ആണിത്.
ആൻഡ് ഈ Q2 സർഫസിൽ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക. സോ ഈ Q2 ഞാൻ ചെറിയ 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 പാർട്സ് ആയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്യുവാണ്. എങ്കിൽ ഓരോരുത്തരുടെയും പുറത്തുണ്ടാവുന്ന ഇന്ററാക്ഷൻ എനർജി എന്ന് പറഞ്ഞാൽ V ടൈംസ് ആ ഡെൽറ്റ ക്യൂസ്, റൈറ്റ്? അങ്ങനെ ഇവിടെയുള്ള എല്ലാവരുടെയും ഞാൻ ആഡ് ചെയ്യണം, അതായത് സമ്മേഷൻ, റൈറ്റ്? V എല്ലായിടത്തും കോൺസ്റ്റന്റ് ആണ്, സോ V പുറത്ത് വരും. ബാക്കി ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്യൂസും കൂടെ ആഡ് ചെയ്യുക, സോ എനിക്ക് Q2 എന്ന് കിട്ടും. സോ ഈ കിട്ടുന്നതാണ് ടോട്ടൽ. സോ നമുക്ക് മനസ്സിലായി ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ സെൽഫ് എനർജി എന്താണെന്ന്, റൈറ്റ്? നമുക്കിത് വേറെ രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ബിക്കോസ് നമ്മൾ സെൽഫ് എനർജിയെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സോ ഞാൻ ടോട്ടൽ ഫീൽഡിന്റെ പുറത്ത് എത്ര എനർജി ഉണ്ടെന്ന് ഇവാലുവേറ്റ് ചെയ്താലും മതി. സോ നമുക്ക് എന്തായാലും പറയാം ടോട്ടൽ ഫീൽഡിന്റെ പുറത്തുള്ള എനർജി എന്ന് പറഞ്ഞാൽ ആദ്യം അപ്പൊ ഇവിടെ എവിടെയൊക്കെ ഫീൽഡ് ഉണ്ടെന്ന് നമുക്ക് അറിയണം. ബിക്കോസ് നമുക്ക് എന്തായാലും അറിയാം യു സെൽഫ് ഫുൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇന്റഗ്രൽ ഹാഫ് എപ്സലോൺ 0 ഇ സ്ക്വയർ ഓഫ് ഫുൾ സ്പേസ് ആണ്. ഫുൾ സ്പേസിലുള്ള ഹാഫ് എപ്സലോൺ 0 ഇ സ്ക്വയർ ഡി വി, ഇതാണ് ഞാൻ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. സോ എനിക്ക് ഇവിടെയുള്ള മുഴുവൻ ഇലക്ട്രിക് ഫീൽഡ് എനിക്ക് അറിഞ്ഞിരിക്കണം. സോ എനിക്ക് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് അറിയണം, ഇവിടുത്തെ അറിയാം, ഇവിടുത്തെ അറിയണം, ഇതെല്ലാം ഡിഫറൻ്റ് ആണെന്ന് എനിക്കറിയാം. ഓക്കെ, ഫസ്റ്റ് ഇതിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഓക്കെ, ബിക്കോസ് ഷെല്ലിനകത്ത് എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ആൻഡ് ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ ഔട്ടർ ഷെൽ എന്തായാലും അകത്ത് ഇലക്ട്രിക് ഫീൽഡ് കോൺട്രിബ്യൂട്ട് ചെയ്യില്ല, നമ്മൾ ഓൾറെഡി പണ്ടേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അവന്റെ മാത്രം കോൺട്രിബ്യൂഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീജിയനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് Q1 ഡിവൈഡഡ് ബൈ R ആണ്. R എന്ന് പറഞ്ഞാൽ ഇൻ ജനറൽ ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. അതേസമയം ഞാൻ ഔട്ട് സൈഡ്, അതായത് പുറത്താണ് നിൽക്കുന്നതെങ്കിൽ, റൈറ്റ്, അതായത് ഞാൻ പുറത്താണ് നിൽക്കുന്നതെങ്കിൽ, അതായത് ഇൻ ജനറൽ വെളിയിലാണെങ്കിൽ എന്റെ പുറത്ത് ടോട്ടൽ, ഓക്കെ, R അല്ല R സ്ക്വയർ ഇലക്ട്രിക് ഫീൽഡാണ്, റൈറ്റ്? Q1 പ്ലസ് Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ, അതാണ് ഞാൻ ഔട്ട് സൈഡ് നിൽക്കുവാണെങ്കിൽ. ഓക്കെ, റൈറ്റ്? എങ്കിൽ എനിക്ക് എഴുതാം എന്റെ ടോട്ടൽ ഫീൽഡ് എനർജി ഈക്വൽ ടു ഹാഫ് എപ്സലോൺ 0 ഇന്റഗ്രൽ, ഓക്കെ, ഞാൻ ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല ബിക്കോസ് അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ഇവിടെയുള്ള ഇന്റഗ്രൽ, അവിടെയുള്ള ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1 to R2, അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1 ബൈ R സ്ക്വയർ ആണ്. സോ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ സ്ക്വയർ ടൈംസ് ഡി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു ഇൻഫിനിറ്റെസിമൽ ഷെല്ലിന്റെ വോളിയം ആണ്. ഷെല്ലിന്റെ വോളിയം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, 4π R സ്ക്വയർ dr. ഓക്കെ, സോ ഞാൻ ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇതിനകത്തുള്ള ടോട്ടൽ ഫീൽഡ് എനർജി കിട്ടി. ആൻഡ് ഇനി പുറത്തുള്ള ടോട്ടൽ ഫീൽഡ് എനർജി വേണം. പുറത്തുള്ള ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി സെയിം കാൽക്കുലേഷൻ, ഹാഫ് എപ്സലോൺ 0 ഇന്റഗ്രൽ. ഓക്കെ, ഇനി അടുത്ത ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട എവിടെ തൊട്ടാ? ഔട്ടർ സ്പേസ് ഫുൾ വേണം, ബിക്കോസ് ഞാൻ ഇന്നർ സ്പേസ് ഞാൻ ഫിനിഷ് ചെയ്തു. സോ ഇതാണ് എന്റെ ഇനിഷ്യൽ പോയിന്റ്. ഫൈനൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി. സോ R2 to ഇൻഫിനിറ്റി എൻറ്റയർ സ്പേസിന് വേണ്ടിയിട്ട്. സോ R2 to ഇൻഫിനിറ്റി. എന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ Q1 പ്ലസ് Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ ഹോൾ സ്ക്വയർ, റൈറ്റ്, ടൈംസ് 4π R സ്ക്വയർ dr. ഓക്കെ, സോ ഞാൻ ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താൽ എനിക്ക് എക്സാക്ട്ലി ഈ കിടക്കുന്ന ആൻസർ തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞതാണ്, സപ്പോസ് എന്റെ ഒരു ഷെൽ ഉണ്ട്. ആ ഷെല്ലിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് ആണ് പ്ലസ് സ്മോൾ ക്യൂ, ആൻഡ് ഷെല്ലിന്റെ സെന്ററിൽ ഒരു ക്യാപിറ്റൽ ക്യൂ ചാർജ് ഉണ്ട്, ആൻഡ് ഷെല്ലിന്റെ റേഡിയസ് R ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇഫ് ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻ ഷെൽ എക്സ്പാൻഡ്സ്, അതായത് നമ്മുടെ ഷെൽ എക്സ്പാൻഡ് ചെയ്താൽ ഫ്രം R1 to R2, അതായത് R1 റേഡിയസിൽ നിന്ന് R2 റേഡിയസിലോട്ട് എക്സ്പാൻഡ് ചെയ്താൽ ഫൈൻഡ് ദ വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ്, റൈറ്റ്? അതായത് നമുക്ക് വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ഷെല്ല് R1 നിന്ന് R2 എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇവിടെ എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞതാണ്, എന്റെ ഒരു സിസ്റ്റം ഉണ്ട്, റൈറ്റ്? വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, അല്ലെങ്കിൽ സിസ്റ്റത്തിനുണ്ടാകുന്ന ചേഞ്ച് ഓഫ് കൈനറ്റിക് എനർജി, ഇതെല്ലാം സിസ്റ്റത്തിന്റെ പുറത്തുള്ള ടോട്ടൽ ഫീൽഡ് എനർജിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഫീൽഡ് എനർജി എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിന്റെ ടോട്ടൽ സെൽഫ് എനർജിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് എഴുതാം ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ സെൽഫ് എനർജി ഇനിഷ്യലിയും ഫൈനലി എന്താണെന്ന് നോക്കുക. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫോഴ്സസ് ആണ്. സോ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും യു ഇനിഷ്യൽ മൈനസ് യു ഫൈനൽ ആണ്. ഓക്കെ, വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫോഴ്സസ് ആണെങ്കിൽ. ഓക്കെ, എങ്കിൽ എനിക്ക് ഫസ്റ്റ് യു ഇനിഷ്യൽ പറയാം. യു ഇനിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റം ഇനിഷ്യലി R1 റേഡിയസ് നിൽക്കുവാണ്. അപ്പൊ ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ സെൽഫ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടെ എന്തൊക്കെയുണ്ട്? ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെന്ററിൽ ഇരിക്കുന്ന ചാർജ് ആണ്. ആ ചാർജിന്റെ പുറത്തുള്ള സെൽഫ് എനർജി, അതായത് യു ഓഫ് ക്യാപിറ്റൽ ക്യൂ. ഓക്കെ, അത് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഡിഫറൻസ് എടുക്കുന്നത്, സോ ആ ടേം ക്യാൻസൽ ആവും. ഓക്കെ, റൈറ്റ്, എസ് ക്യൂ പ്ലസ് സെൽഫ് എനർജി ഓഫ് ദ ഷെൽ. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ഷെല്ലിന്റെ സെൽഫ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവായിരുന്നു?
ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2R1. അതിൻ്റെ അവർക്കിടക്കുള്ള ഇൻട്രാക്ഷൻ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും അറിയാം, നമ്മുടെ ഈ ഷെല്ല് സെൻറ്ററിൽ ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സെൻറ്ററിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ ഷെല്ലിന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ തന്നെയാണ്. ഷെല്ലിന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ക്യൂ ഡിവൈഡഡ് ബൈ R1, റൈറ്റ്, ടൈംസ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനിക്ക് കിട്ടി ഇൻറ്റു ക്യൂ, അതാണ് ഇൻട്രാക്ഷൻ എനർജി. സോ ഇൻറ്റു ക്യൂ. ഓക്കെ, റൈറ്റ്. ഓക്കെ, അപ്പൊ എനിക്ക് യു ഇനിഷ്യലി കിട്ടി, റൈറ്റ്. എങ്കിൽ യു ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം, ബിക്കോസ് ഇതിന്റെ റേഡിയസ് R2 ആയി. സോ അപ്പോഴുള്ള സെൽഫ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും സെൽഫ് എനർജി ഓഫ് ദ സെൻട്രൽ ഇരിക്കുന്ന ചാർജ് പ്ലസ് സെൽഫ് എനർജി ഓഫ് ദ ഷെൽ, അതായത് കെ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2R2, ഓക്കെ, പ്ലസ് ഇൻട്രാക്ഷൻ എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ ക്യൂ ഡിവൈഡഡ് ബൈ R2. ഓക്കെ, റൈറ്റ്. എങ്കിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡിഫറൻസ്. ഓക്കെ, ഡിഫറൻസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് എന്തായാലും ഈ രണ്ട് ടേംസും ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, ബാക്കി ഇതേ മൈനസ് ചെയ്ത്, അതാണ് എന്റെ ആൻസർ.